അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പ്രശാന്ത് അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവം നമുക്ക് എവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോട് സ്കിപ്പ് ചെയ്യാതെ പ്രാർത്ഥനയോടെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പ്രശാന്ത് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് ദിവാസനെ. കർത്താവിൻ്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ദൈവദാസൻ ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്താണ്. IPC അബാന സിറ്റി ചർച്ച് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ചർച്ച ഉണ്ട്. ആ ചർച്ചിനകത്ത് വെച്ചാണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭാര്യയും 7 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞുണ്ട്, മാതാവുണ്ട്, 2 സഹോദരങ്ങളുണ്ട്. കർത്താവിൻ്റെ ദാസനെയും കുടുംബാംഗങ്ങളെയും പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ബാല്യകാലം മുതലിഞ്ഞോട്ടുള്ള നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശേഷാൽ അരോമ ടിവിയിലൂടെ ഒരു സാക്ഷിയെ നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ ഒരു വലിയ ഭാഗ്യം ഒരുക്കി തന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ അരോമ TV ചാനലിന്റെ ഫൗണ്ടറും ഹല്ലേലൂയ കർത്താവിന്റെ ബഹുമാനപ്പെട്ട അഭിഷേക്ത ദേവദാസന്മാർക്കും വിശേഷാൽ കേൾക്കാരായി ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മാന്യമിത്രങ്ങൾക്കും വീണ്ടും വന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി രേഖപ്പെടുത്തുകയാണ്. ദൈവം എല്ലാവരെയും ഐശ്വര്യമായിട്ട് സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഒറ്റ വാക്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗം എല്ലാവരെയും ഐശ്വര്യമായിട്ട് സഹായിക്കട്ടെ. വേഗത്തിൽ ഒരു സാക്ഷി പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട അഭിഷേക്ത ദേവദാസൻ അഭിസംബോധനയായി പറഞ്ഞതുപോലെ എൻ്റെ പേര് പ്രശാന്ത് എന്നാണ്. ഞാൻ തിരുവനന്തപുരത്താണ് ആയിരിക്കുന്നത്. മെഡിക്കൽ കോളേജിന്റെ ഭാഗത്താണ് സഭ ആയിരിക്കുന്നത്. IPC അബാന സിറ്റി ചർച്ചിനോട് ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിൽ പ്രവർത്തനമായിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യയും 7 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞും ഉണ്ട്, മാതാവും 2 സഹോദരങ്ങളും ഉണ്ട്. അപ്പൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. ഇതാണ് എൻ്റെ കൊച്ചു കുടുംബം എന്ന് പറയുന്നത്. ഞാനും എൻ്റെ ജ്യേഷ്ഠനും കുഞ്ഞുനാൾ മുതൽ തന്നെ ഒരു ഏകലവ്യ ആശ്രമത്തിലാണ് പഠിക്കുവാൻ ഇടയായി തീർന്നത്. ഏകലവ്യ ആശ്രമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരിക്കലും അവിടെ ബൈബിൾ അല്ല പഠിപ്പിക്കുന്നത്. ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെ കുറിച്ചും വിഗ്രഹങ്ങളെ സേവിക്കുന്നതിനെ കുറിച്ചാണ് പഠിക്കുവാൻ ഇടയായി തീർന്നത്. ഞങ്ങൾക്ക് ആ ക്ഷേത്രാങ്കണത്തിലായിരിക്കുന്ന സമയത്ത് പ്രഭാതം 3 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം. കൃത്യം 4:50 ക്ഷേത്രത്തിന്റെ നട തുറക്കുന്നതിന് മുമ്പ് അവിടത്തുള്ള പൂജയ്ക്കുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവിടുത്തെ ഭജനപ്പാട്ടിനൊക്കെ ഈ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ആ ക്ഷേത്രാങ്കണത്തിലായിരിക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞു ഹൃദയത്തിനകത്ത് ഒരു വലിയൊരു ആഗ്രഹമുണ്ടായി. ആഗ്രഹം എന്ന് പറയുന്നത്, എനിക്കൊരു ചെണ്ട കൊട്ട് പഠിക്കണമെന്നുള്ള താല്പര്യം എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായി. അങ്ങനെ ഏകദേശം 48 മണിക്കൂറോളം ഗിന്നസ് ബുക്കിന് വേണ്ടി ചെണ്ട കൊട്ടി പേർ ചേർക്കപ്പെട്ട JK സതീഷ് അവറുകൾ, പനമണ്ടൻ മനോഹരനാശാൻ, ഗുരുവായൂർ കണ്ണനാശാൻ, കലാമണ്ഡലം രതീഷാശാൻ, ഇങ്ങനെ പ്രശസ്തരായ വ്യക്തികളുടെ കീഴിൽ ഞാൻ ചെണ്ട അഭ്യസിക്കുവാൻ ഇടയായി തീർന്നു. തിരുവനന്തപുരത്ത് തന്നെ സ്ത്രീകളുടെ ശബരിമല എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഏകദേശം 18 വർഷം വരെയും അവിടെ വിളക്ക് പൂജയ്ക്ക് ചെണ്ട കൊട്ടുന്ന ഒരു വ്യക്തിയായിരുന്നു. എങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയതെന്ന് ഒരു അനുഭവം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിന് എനിക്ക് മുന്നോട്ട് ഈ സാക്ഷ്യം കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട സ്ഥലം പറഞ്ഞാൽ മാത്രമേ എനിക്ക് ഇനി മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം, കേരളത്തിനകത്ത് 14 ജില്ലകളുണ്ട്. 14 ജില്ലകളുടെ തലസ്ഥാന നഗരം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ട്രിവാൻഡ്രം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഏകദേശം 11.5 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന വലിയൊരു കോളനിയുണ്ട്. എല്ലാവർക്കും സുപരിതമായിട്ടുള്ള ഒരു കോളനിയാണ്. ആ കോളനിയുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെങ്കച്ചുള്ള കോളനി എന്ന് പറയും. ചെങ്കച്ചുള്ള കോളനിയെ കുറിച്ച് 2 വാക്ക് പറയട്ടെ. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് പട്ടാപ്പകല് പോലും പോലീസുകാർ കയറുവാൻ ഭയന്ന് നിറച്ച ഒരു സ്ഥലമായിരുന്നു ഈ ചെങ്കച്ചുള്ള കോളനി. മാറിയും തിരിഞ്ഞ് ഭരിച്ച ഭരണകൂടത്തിന് ചെങ്കച്ചുള്ള അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെ 3ാം മുറകൾക്ക് ചെങ്കച്ചുള്ള അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനു പറയാൻ, കോടതിയുടെ ഒരു നിയമത്തിന് പോലും ചെങ്കച്ചുള്ള അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. സന്ധ്യ സമയമാകുമ്പോൾ
മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തം ജീവിതം നയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുകയും കടാരകളും ആളുകളും കൂട്ടിമുട്ടുന്ന ഭയാനകമായിരിക്കുന്ന ശബ്ദം മാത്രം മുഴങ്ങി നിന്നിരുന്ന ഒരു കാലഘട്ടം ചെങ്കച്ചുള്ള കോളനിക്കകത്തുണ്ടായിരുന്നു. എന്തിനു പറയാൻ, മാറത്തടിച്ച് നിലവിളിക്കുന്ന മാതാപിതാക്കന്മാരുടെ ചെങ്കച്ചുള്ള. ഈ ചെങ്കച്ചുള്ള നോക്കി സമൂഹമൊക്കെയും ഒരേ ശബ്ദത്തോടെ വിളിച്ചു പറഞ്ഞ ഒരു പദമുണ്ട്: ഒരിക്കലും ചെങ്കച്ചുള്ള കോളനിയിൽ തലമുറകൾ നന്നാവത്തില്ല. പറഞ്ഞ സ്ഥാനത്ത് പാവപ്പെട്ട സുവിശേഷകന്മാർ ലഘുലേഖയും ദൈവവചനവും തെരുക്കോണുകൾ കയറി ഇറങ്ങി സുവിശേഷത്തിന്റെ വിളംബരം ചെയ്യുവാൻ വേണ്ടി തുടങ്ങിയപ്പോൾ നന്നാവത്തില്ല എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്മാരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിപ്പാൻ ഇടയായി തീർന്നു. എന്ന് ഞാൻ ആവേശത്തോടെ വിളിച്ചു പറയാം, ഇന്ന് സന്ധ്യസമയത്താണ് നിങ്ങൾ ചെങ്കച്ചുള്ള തെരുവീതിലൂടെ നടത്തുന്നതെങ്കിൽ മദ്യത്തിന്റെ ലഹരി പിടിച്ച് കടാരകളും വാളുകളും കൂട്ടിമുട്ടുന്ന ശബ്ദമല്ല മുഴങ്ങുന്നത്, മാറത്തടിച്ച് നിലവിളിക്കുന്ന മാതാപിതാക്കന്മാരുടെ ശബ്ദമല്ല മുഴങ്ങുന്നത്. നേരെ മറിച്ച് ഓരോ ഭവനത്തിന്റെ അകത്തളങ്ങളിലും തമ്പേറടിച്ചും കരങ്ങൾ കൂട്ടിയടിച്ച് ദൈവത്തിനെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ സ്വർഗസ്ഥനായ പിതാവ് അവിടെ നിന്നും എഴുന്നേൽപ്പിക്കുവാനിടയായി തീർന്നു. ഞാൻ ആവേശത്തോടെ വിളിച്ചു പറയാം, എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ആലല്യ വ്യക്തികൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ടെ. ആലല്യ നിങ്ങൾ പാർക്കുന്ന, നിങ്ങൾ ആലല്യ താമസിക്കുന്ന ദേശങ്ങളിൽ ശക്തമായ ദൈവിക വിടുതൽ നിങ്ങൾ മുഖാന്തരം വെളിപ്പെടുവാനിടയായി തീരുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ദേശത്തിന് വേണ്ടി, പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ പട്ടണത്തിന്റെ സാഹചര്യ സ്ഥിതികളെ മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവം ആലല്യ നമ്മുടെ മധ്യത്തിലുണ്ട്. ആലല്യ ആ ദൈവത്തിന്റെ പേരാണ് യേശു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ വരട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദേശത്തെ കുറിച്ച് എല്ലാവരും ഒരേ ശബ്ദത്തോടെ പറഞ്ഞ പദമായിരുന്നു, ഒരിക്കലും അവിടുത്തെ തലമുറകൾ നന്നാവത്തില്ല. എന്നാൽ സുവിശേഷത്തിന് ഹല്ലേലൂയ ഞങ്ങളുടെ ദേശത്തിന്റെ സകല ചരിത്രങ്ങളെ മാറ്റിമറിക്കുവാൻ സ്വർഗത്തിന് കഴിവാനിടയായി തീർന്നു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ചെങ്കച്ചുള്ള എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ചെങ്കച്ചുള്ള ദേശം ഇന്ന് രാജാജി നഗറായി മാറുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാന് കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അനുഭവം വേഗത്തിൽ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനും ആ ദേശത്താണ് ജനിച്ചു വളർത്തപ്പെടുവാൻ ഇടയായി തീർന്നത്. ഒരു കാലഘട്ടത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിതം നയിച്ച് മൃഗതുല്യമായി ജീവിച്ചിരുന്ന കാലയളവ് എന്റെ ജീവിതത്തിന്റെ അകത്തളങ്ങളിലും ഉണ്ടായിരുന്നു. എന്നാൽ മയക്കുമരുന്ന്, മദ്യപാനം, ലഹരി പദാർത്ഥങ്ങളെല്ലാം എന്നെ കൊണ്ടെത്തിച്ചത് നിരവധി അനവധി കേസുകളിലായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മദ്യവും മയക്കുമരുന്നിനും ആലൊരു ചെണ്ട കൊട്ടി കാശ് തികയാതെ വന്നപ്പോൾ പിന്നീട് ഞാൻ ഒരു തൊഴിൽ കണ്ടെത്തി. കൊട്ടേഷൻ വർക്ക് എന്ന് പറയും, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൂലി തല്ലിന് പോകുവാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ നിരവധി അനവധി കേസുകളിൽ പോലീസുകാർ എന്നെ അറസ്റ്റ് ചെയ്യുവാൻ ഇടയായി തീർന്നു. ആദ്യമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് 307 വകുപ്പ് പ്രകാരം തിരുവനന്തപുരത്തുള്ള അട്ടക്കുളങ്ങരയിലുള്ള സബ് ജയിലിൽ എന്നെ കൊണ്ടുപോയി അടച്ചു പൂട്ടുവാൻ ഇടയായി തീർന്നു. പിന്നെ ഈ വെച്ചൊരു കയറ്റം എന്ന് പറയുന്നത് പോലെ പോലീസ് സ്റ്റേഷൻ, കോടതി മുറികൾ, ജയിലറകളായിട്ട് എന്റെ ജീവിതം മാറി മറിയുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ഈ മയക്കുമരുന്ന് മദ്യപാനങ്ങളൊക്കെയും എന്നെ ഒത്തിരി കേസുകളിൽ കൊണ്ടെത്തിച്ചു. 2011 മാർച്ച് മാസം 12-ാം തീയതി ചെങ്കച്ചുള്ള കേന്ദ്രീകരിച്ച് ഒരു കൊലപാതകം നടക്കുവാൻ ഇടയായി തീർന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷണത്തിന്റെ ഇടയ്ക്ക് ഉപദ്രവം കിട്ടിയത് കൊണ്ട് ഞങ്ങൾ 6 പ്രതികൾ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി. അവിടെ ഡോക്ടർമാർ വന്ന് പരിശോധിച്ചു. അനന്തരം ഡോക്ടർമാർ പോയ ഉടൻ തന്നെ ഈ അവിടുത്തെ വാർഡന്മാർ കാണാതെ ഞാൻ ഈ ഹോസ്പിറ്റൽ പുറകുവശം വഴി ഇറങ്ങി അടുത്തുള്ള ഒരു മദ്യശാലയ്ക്കകത്ത് ഒരു കുപ്പി മദ്യവും വാങ്ങിച്ച് അടുത്തുള്ള തട്ടുകടയ്ക്ക് ഒരു ദോശയും ബീഫും വാങ്ങിച്ച് ഈ ജനറൽ ഹോസ്പിറ്റലിന്റെ പുറകുവശം കൊണ്ടുവന്ന് കഴിച്ചു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ 2 പേർ മതിൽ ചാടിക്കടന്നു വന്ന് എന്റെ ഷർട്ടിനെ പിടിക്കുവാനിടയായി തീർന്നു. ആലൊലി ഞാൻ നോക്കുന്ന സമയത്ത് കാണുന്നത് ഒരു ജീപ്പ് കൊണ്ട് വന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാനിടയായി തീർന്നത്. എനിക്ക് മനസ്സിലായി ഇത് പോലീസുകാരാണെന്ന്. അന്ന് രാത്രി തന്നെ എന്നെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തുള്ള സെക്രട്ടേറിയറ്റിന്റെ അടുക്കലുള്ള കൺട്രോൾ റൂമിലേക്ക് എന്നെ കൊണ്ടുപോകുവാനിടയായി തീർന്നു. പല പ്രാവശ്യവും മദ്യത്തിന്റെ ലഹരിയിൽ പോലീസുകാർ എന്നെ പിടിച്ച സമയത്തൊക്കെയും അടുത്ത പ്രഭാതത്തിൽ മാത്രമേ വിട്ടിട്ടുള്ളൂ. ഇത് മനസ്സിലാക്കി ഞാൻ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ഓഫീസ് മുറിയുടെ സൈഡിൽ കൊണ്ടുപോയി വിരിച്ചു കിടന്നുറങ്ങുവാനിടയായി തീർന്നു. അടുത്ത പ്രഭാതമായപ്പോൾ ഒത്തിരി പോലീസുകാർ കയറി വന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന എന്നെ വിളിച്ചു നടത്തി, പ്രശാന്തെ എഴുന്നേൽക്കാൻ പറഞ്ഞു. എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിയതിനു ശേഷം ഒരു പോലീസുകാരൻ പറഞ്ഞ വാക്ക് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്താണെന്ന് അറിയാമോ? കഴിഞ്ഞ രാത്രിയിൽ സംഘർഷണത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ കുത്തിയവൻ മരിച്ചുപോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എന്റെ ഹൃദയത്തിനകത്ത് ഭയവും
പ്രയാസവും ഹാലലുയ കയറി വരുവാനിടയായി തീർന്നു. ഹാലലുയ. അങ്ങനെ പോലീസുകാർ എന്നോട് പറഞ്ഞു എന്റെ ഉടുവസ്ത്രമെല്ലാം ഊരാൻ. അങ്ങനെ എന്റെ ഉടുവസ്ത്രമെല്ലാം ഊരി മാറ്റി വെച്ചതിന് ശേഷം പ്രത്യേകം ഒരു സെല്ലിനകത്ത് എന്നെ കൊണ്ടുപോയി അടച്ചു പൂട്ടുവാനിടയായി തീർന്നു. അങ്ങനെ അടച്ചു പൂട്ടി കഴിഞ്ഞതിന് ശേഷം അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു ബക്കറ്റ് നേരെ വെള്ളം കൊണ്ടുവന്ന് ഞാൻ കിടക്കുന്ന ആ സെല്ലിനകത്തേക്ക് ഒഴിച്ചിടുവാനിടയായി തീർന്നു. എന്നിട്ട് പ്രത്യേകം ഫ്രീസ് ചെയ്ത അയസ് കട്ടകൾ അതിനകത്ത് കൊണ്ടുവന്ന് അടിച്ചു പൊട്ടിച്ചിട്ടു. എന്തെന്നറിയാമോ? ഹാലിൽ അതിനകത്ത് ഉടുവസ്ത്രം പോലും ഇല്ലാതെ കിടക്കുന്ന സമയത്ത് ശരീരം മുഴുവൻ തണുത്ത് മരവിച്ചു വരുന്ന സമയത്ത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്ന പോലീസുകാരെല്ലാം വന്ന് അതിനകത്ത് കയറി എന്നെ മൃഗീയമായി ഉപദ്രവിക്കാൻ തുടങ്ങി. നമുക്കറിയാം, ഒരു പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്നാണ് ഇന്ത്യൻ നിയമം എന്ന് പറയുന്നത്. അതിനകത്ത് 6 ദിവസം വരെ ഇട്ട് എന്നെ മൃഗീയമായി ഉപദ്രവിക്കാൻ തുടങ്ങി. 1-ാം ദിവസം കഴിഞ്ഞു പോയി, 2-ാം ദിവസം കഴിഞ്ഞു പോയി, 3-ാം ദിവസം കഴിഞ്ഞു പോയി, 4 ദിവസം, 5-ാം ദിവസം ഏകദേശം പ്രഭാതം 2 മണിയായപ്പോൾ ഏകദേശം 12 പോലീസുകാർ ഞാൻ കിടക്കുന്ന സെല്ലിലേക്ക് അലളിയ കയറി വരുവാനിടയായി തീർന്നു. ഉറങ്ങിക്കിടക്കുന്ന എന്നെ വിളിച്ചോണ്ട് പ്രശാന്ത് എഴുന്നേക്കാൻ പറഞ്ഞു. എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിയതിനു ശേഷം എന്നോട് പറഞ്ഞു തിരിഞ്ഞു നിൽക്കാൻ. എന്നെ തിരിച്ചു നിർത്തി കഴുത്തിന്റെ ഈ ഭാഗം തുടങ്ങി പാദത്തിന്റെ അടിഭാഗം വരെ മാരകമായിട്ടുള്ള ചൂടിൽ വെച്ച് ഈ പോലീസുകാർ എന്റെ ശരീരം മുഴുവനും അടിച്ചു പൊട്ടിക്കുവാനിടയായി തീർന്നു. കഴിഞ്ഞില്ല. പഴയ റേഷൻ കടയിലേക്ക് ഉപയോഗിക്കുന്ന പഞ്ചസാര അളക്കാനും ഗോതമ്പ് അളക്കാനും അരി അളക്കാനൊക്കെ ഉപയോഗിക്കുന്ന 5 കിലോ ഭാരം വരുന്ന ഒരു പടിയെടുത്ത് നിലത്തൊരു തോട്ടിട്ടതിന് ശേഷം ഈ 5 കിലോ ഭാരം വരുന്ന പടിയെടുത്ത് അകത്ത് വെച്ച് ചുറ്റിക്കെട്ടി കുനിച്ചു നിർത്തി എന്റെ നട്ടലിനെ അടിച്ചു പൊട്ടിക്കുവാനിടയായി തീർന്നു. കഴിഞ്ഞില്ല. അന്നത്തെ SI ഒരു പ്ലാസ്റ്റിക് ചെയർ കൊണ്ട് വന്ന് ആ സെല്ലിനകത്തേക്ക് ഇടുവാനിടയായി തീർന്നു. എന്നിട്ട് പറഞ്ഞു പ്രശാന്തെ കാലിന്റെ ഭാഗം അകത്തോട്ട് കയറി കിടക്കാൻ പറഞ്ഞു. എന്നെ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ പിടിച്ച് കയറ്റി കടത്തിയതിനു ശേഷം എന്നോട് പറഞ്ഞു സന്തോഷ് എന്നോട് തിരിഞ്ഞു കിടക്കാൻ. എന്നെ തിരിച്ചു കിടത്തിയതിനു ശേഷം എന്ത് ചെയ്തെന്നറിയാമോ? എന്റെ തലമുടിയെ കൂട്ടിപ്പിടിച്ച് വലിച്ചെടുത്ത് ലാടം വെച്ച ബോട്ടിന്റെ അടിഭാഗം വെച്ച് നടുക്കുറുക്കിനെ ചവിട്ടി പിടിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നീ 25 വയസ്സ് പൂർത്തീകരിക്കത്തില്ല, എന്നാൽ കഴിഞ്ഞ ഡിസംബറിൽ 36ാമത്തെ വയസ്സ് പൂർത്തീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ ചെയ്യുവാൻ ഇടയായി തീർന്നു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ വരെ കഴിച്ച ഭക്ഷണത്തിന്റെ ക്വാളിറ്റി കൊണ്ടല്ല പ്രശാന്ത് നിൽക്കുന്നത്, ദൈവത്തിന്റെ കൃപയാണ്. എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, നിങ്ങൾക്ക് എത്ര പേർക്ക് പറയുവാൻ കഴിയും ഞാനും നിങ്ങൾ നിന്നതല്ല, എന്നെയും നിങ്ങളെ ദൈവം നിർത്തുന്നതാണ്. കാരണം ആലലിയ മരണം മുഖാമുഖമായി കണ്ട സ്ഥാനങ്ങളിലൊക്കെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ആലലിയ നടത്തിയ ഒരു ദൈവമുണ്ടല്ലോ. എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യമിത്രമേ, COVID-19 എന്ന മഹാമാരി ലോകം മുഴുവൻ വ്യാപരിച്ച സമയത്ത് 85 വയസ്സുള്ള അമ്മാമ മരിച്ചു, 5 വയസ്സുള്ള ആലിലെ കുഞ്ഞുങ്ങൾ മരിച്ചു, അയൽവാസികൾ മരിച്ചു, കൂടപ്പിറപ്പുകൾ മരിച്ചു. എന്നാൽ ആലലിയ 2025 എന്നെയും നിങ്ങളെയും കാണിക്കില്ല എന്ന് പൈശാചിക മണ്ഡലങ്ങൾ ഒത്തിരി വെല്ലുവിളിച്ച സ്ഥാനത്ത് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ഇന്നും നടത്തിയ വിധവകളെ ഓർത്തുകൊണ്ട് ആ ദൈവത്തിനെ സ്തുതിക്കാൻ എത്ര പേർക്ക് കഴിയും? അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥോടെ വിളിച്ചു പറയട്ടെ, നിന്നതല്ല, ദൈവം നമ്മളെ നിർത്തുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും ഹാലലി നാം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഹാലലി ഒന്നും നമ്മൾ നേടിയതല്ല, സ്വർഗസ്ഥനായ പിതാവ് നമുക്കെല്ലാം തന്നതാണ് എന്നുള്ള വിശ്വാസവും പരിപൂർണമായ ഉറപ്പുമുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഹാലലി അനുഗ്രഹിക്കുവാനിടയായി തീരും. എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. അങ്ങനെ ഹാലലൂയ, എനിക്കിട്ട ഏജാണ് 25 വയസ്സ് വരെ മാത്രമേ ജീവിക്കത്തുള്ളൂ. എന്നാൽ 36ാമത്തെ വയസ്സ് പൂർത്തീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ ചെയ്യുവാൻ ഇടയായി തീർന്നു. വീണ്ടും 4 പോലീസുകാർ, ഒരു പോലീസുകാരൻ വലതേക്ക് പിടിച്ചു, വേറൊരു പോലീസുകാരൻ ഇടതേക്ക് പിടിച്ചു, വേറെ 2 പോലീസുകാരൻ വലതുകാരനെ വേണ്ടി തൂക്കി പിടിച്ചെടുത്തു. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ തൊട്ടിലിട്ട് ആട്ടുന്നത് പോലെ ആട്ടുവാൻ വേണ്ടി തുടങ്ങി. ആട്ടി ഫോഴ്സ് കൂടിയ ഉടൻ തന്നെ എന്ത് ചെയ്തെന്നറിയാമോ? എന്നെ എടുത്ത് ചെവറിലേക്ക് വലിച്ചെറിയുവാൻ ഇടയായി തീർന്നു. അടികൊണ്ട് നിലത്ത് വീഴുന്ന സമയത്ത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഞാനൊരു സത്യം വിളിച്ചു പറയാം, ഞാനൊരു ദൈവ ശബ്ദം കേട്ടു. പക്ഷേ അന്ന് ദൈവശബ്ദം കേൾക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. മറ്റുള്ള പ്രതികളെല്ലാം വൃത്തിഹീനമാക്കിത്തിരിക്കുന്ന ബാത്റൂമിനകത്ത് കയറി, കക്കൂസിനകത്ത് കയറി, ഉടുവസ്ത്രം പോലും ഇല്ലാതെ ഞാൻ മുഴങ്കാലം മടക്കി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആലലി ഇന്ന് പ്രാർത്ഥിക്കുന്ന ആലലി പ്രാർത്ഥനയല്ല അന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ സേവിച്ചിരുന്ന ദേവന്മാരെ ദേവിമാരെ ഉറക്കെ വിളിച്ച് കരയാൻ തുടങ്ങി. സർവധർമ്മ പരിത്യജ മാമേഹം ശരണം പ്രജ അഹം സർവ പാപേഭ്യോ മോക്ഷിഷ്യാമി മാം സൃജ. സകല പാപത്തെ ക്ഷമിക്കുന്ന ദേവന്മാരെ ദേവിമാരെ ഈ കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ നിന്നും
എന്നെ ഒന്ന് വിടിവിക്കണമേ. ഒരാശ്വാസവും കിട്ടുന്നില്ല, ഒരു സമാധാനവും കിട്ടുന്നില്ല. ഞാൻ ചിന്തിച്ചു, മാതാപിതാക്കന്മാരോട് ചെയ്ത അകൃത്യമാണോ ഇത്രയും കഷ്ടം അനുഭവിക്കുന്നത്? ഗുരുക്കന്മാരോട് ചെയ്ത അകൃത്യമാണോ ഇത്രയും കഷ്ടം അനുഭവിക്കുന്നത്? പറഞ്ഞ് ഒത്തിരി മന്ത്രങ്ങൾ ഉരുവിടാൻ വേണ്ടി തുടങ്ങി. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവ മഹേശ്വര, ഗുരു സാക്ഷാൽ പരമ്പരമ തസ്മയസ് ഗുരുവേനമ ഗജാനന ഭൂത ഗണാതി സേവിതം കവിത്വ ചൊമ്പോൾ വരസാര ഭക്ഷിത ഉമാസുത ശോക വിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം എന്ന് പറഞ്ഞിട്ടും ഒരു ആശ്വാസവും എന്റെ ഹൃദയത്തിനകത്ത് വന്നില്ല. ഹല്ലേലൂയ. പിന്നെ ഞാൻ മന്ത്രം പറയുന്നത് നിർത്തി. ഞാൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി, എന്റെ ദൈവമേ, ഇതിനകത്ത് നിന്ന് വേണ്ടി ഒന്ന് വിടിവിക്കണമേ. ഹല്ലേലൂയ. അത് ഹൃദയത്തിന്റെ നുറുക്കത്തോടുള്ള നിലവിളിയായിരുന്നു, അത് ഹൃദയത്തിന്റെ വേദനയോടുള്ള നിലവിളിയായിരുന്നു. പ്രശാന്ത് വൈകിട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവം ഹല്ലേലൂയ നമ്മുടെ ഇടയിൽ ഇന്നുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും വ്യക്തികൾ ഹൃദയത്തിന്റെ നുറുക്കത്തോടെ ഇന്ന് ഹല്ലേലൂയ എന്റെ ഹല്ലേലൂയ ഈ സാക്ഷ്യം കേൾക്കുന്നെങ്കിൽ ഞാൻ ആത്മാർത്ഥതയോടെ വിളിച്ചു പറയുന്നു, സമീപസ്ഥനായിരിക്കുന്ന ക്രിസ്തു ഹല്ലേലൂയ നിങ്ങളുടെ ഏതു വേദനകളെ വഹിച്ച് ഹല്ലേലൂയ ആ വിഷയത്തിന്റെ പരിഹാരകനായി ഇറങ്ങി വന്ന് ഹല്ലേലൂയ വിടിവിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആത്മാർത്ഥതയോടെ വിളിച്ചു പറയട്ടെ, ഒരുപക്ഷെ നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം നിങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഹല്ലേലൂയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആഞ്ഞടിച്ചു കയറി ഹല്ലേലൂയ ഒരുപക്ഷെ ജീവിതം പോലും മടുത്ത വ്യക്തികളായിരിക്കാം എന്റെ ഈ ശബ്ദം കേൾക്കുന്നത്. അവരോട് ഞാൻ ആത്മാവിനെ വിളിച്ചു പറയാം, ദൈവത്തിന്റെ വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവം ഹല്ലേലൂയ നിങ്ങളുടെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാ അത്ഭുതകരമാകുന്ന ദൈവ പ്രവൃത്തികൾക്ക് വിരോധമായി എത്ര ശത്രു നിങ്ങളുടെ മേൽ ഹല്ലേലൂയ പദ്ധതികൾ ഇട്ടാലും ആ പദ്ധതികളെ പൊളിപ്പാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ ഭക്തലുണ്ടെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആത്മാർത്ഥത്തോടെ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ ആ ദിനം വിളിച്ച് സ്വന്തം കേട്ടു. അത്ഭുതം എന്ന് പറയട്ടെ, 6ാമത്തെ ദിവസമായപ്പോൾ പോലീസുകാർ തീരുമാനിച്ചു എന്നെ റിമാൻഡ് ചെയ്ത് ജയിലടയ്ക്കാൻ. വീണ്ടും തിരുവനന്തപുരത്തുള്ള ഹല്ലേലൂയ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിന് കൊണ്ടുപോയി മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി. എന്നിട്ട് ഡോക്ടർമാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് എന്നെ ഇരുത്തിയതിനു ശേഷം ഹല്ലേലൂയ പോലീസുകാർ പറഞ്ഞത് ഇങ്ങനെയാണ്, സംരക്ഷണത്തിന്റെ ഇടയ്ക്ക് കിട്ടിയ ഉപദ്രവം മാത്രമേ പ്രശാന്തിന്റെ ശരീരത്തിനകത്തുള്ളൂ, പോലീസുകാർമാർ തൊട്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞ് ഒരു മെഡിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കി നേരെ തിരുവനന്തപുരത്തുള്ള മൻസൂർ കോടതിയിലേക്ക് എന്നെ കൊണ്ടുപോകുവാനിടയായി തീർന്നു. ആ സമയത്ത് 5 മണി കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ മൻസൂർ കോടതിയിലേക്ക് കൊണ്ടുപോയത്. നമുക്കറിയാം കോടതി ടൈം എന്ന് പറയുന്നത് 5 മണി വരെ മാത്രമേ ഉള്ളൂ. എന്നാൽ ചേംബറിന്റെ മുറിയിൽ കയറി അവിടെ നിന്ന് റിമാൻഡ് പത്രം വാങ്ങിച്ച് തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള സെൻട്രൽ ജയിലിന്റെ സ്പെഷ്യൽ ജയിലിലേക്ക് എന്നെ കൊണ്ടുപോകുവാനിടയായി തീർന്നു. വലിയ മതിൽക്കെട്ടും കണ്ടുകൊണ്ട് ജീപ്പിനകത്ത് തലകുടിച്ചിരിക്കുമ്പോൾ ആ ജീപ്പ് അവസാനിച്ചത് വലിയ ഇരുമ്പ് കവാടത്തിന് മുമ്പിലാണ്. ഞാൻ എന്റെ ഹൃദയം കൊണ്ട് പറഞ്ഞു, ഇനി എനിക്ക് പുറം ലോകം കാണുവാൻ കഴിയത്തില്ല. എന്നാൽ ആ ഇരുമ്പ് കവാടം വന്ന് പോലീസ് ഉദ്യോഗസ്ഥർ എനിക്ക് വേണ്ടി തുറന്നു തരുവാനിടയായി തീർന്നു. എന്നെ ജയിലധികാരികൾ സ്വാഗതം ചെയ്തത് നടയടിയോട് കൂടിയാണ്. ഈ നടയടി എന്ന് പറയുമ്പോൾ കേൾക്കാൻ നല്ല ഇമ്പമുള്ള കാര്യമാണ്. നമ്മളെ തിരിച്ചു നിർത്തും. തിരിച്ചു നിർത്തിയതിനു ശേഷം 2 കരം ഉയർത്തിപ്പിടിക്കണം. മൂക്കിന്റെ തുമ്പ് ഭാഗം ചെവിനോട് ചേർത്ത് വെക്കണം. നട്ടലിന്റെ ഭാഗത്ത് 3 അടി വരെ അടിക്കും. അടിക്കുന്ന സമയത്ത് കരവും എടുക്കാൻ പാടില്ല, ചേർന്ന് നിൽക്കുന്നത് മാറാനും പാടില്ല. 1ാമത്തെ അടി അങ്ങോട്ട് കൈവീശി ആഞ്ഞടിച്ചു. 2ാമത്തെ അടിയും ഹല്ലേലൂയ അടിച്ചു. ഞാൻ തകർന്നു പോയി. പിന്നെ 2ാമത്തെ അടിയായപ്പോൾ തന്നെ ഞാൻ നിലത്ത് കുഴഞ്ഞു വീണു പോയി. പിന്നെ അവർക്ക് എന്നെ അടിക്കാൻ സാധിച്ചില്ല. 2 ഉദ്യോഗസ്ഥന്മാർ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് എന്നെ തൂക്കിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി. എന്നിട്ട് ഒരു ഉദ്യോഗസ്ഥൻ എന്റെ കാര്യത്തിൽ ചില വസ്തുക്കൾ കൊണ്ടുവന്നു തന്നു. ഒരു കീറിയ പായും ഒരു പ്ലേറ്റും ഒരു മൊന്തയും ഒരു ഗ്ലാസും. ഇതിനെ തൂക്കിപ്പിടിച്ച് നടക്കാൻ പോലും കഴിയാതെ അഡ്മിഷൻ സെല്ലിലേക്ക് എന്നെ കൊണ്ടുപോയി 2 ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി എന്നെ കൊണ്ടുപോയി അടച്ചു പൂട്ടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അടിയുടെയും ഇതെല്ലാം ആഭാഗത്താൽ ഞാൻ കിടന്ന് ഉറങ്ങുവാനിടയായി തീർന്നു. അടുത്ത പ്രഭാതമായപ്പോൾ ഏകദേശം 10 മിനിറ്റോളം കുളിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് ഹല്ലേലൂയ ജയിലധികാരികൾ ഞങ്ങൾക്ക് സമയം തരും. വെറും അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് ജയിലിന്റെ തെരുവീതിയിലൂടെ ഹല്ലേലൂയ ഒരു മൊന്തയിൽ തൂക്കി പിടിച്ച് നടന്നു പോകുന്ന സമയത്ത് ഒത്തിരി പ്രതികളെല്ലാം കൂക്ക് വിളിച്ച് പരിഹസിക്കാൻ തുടങ്ങി, ചീത്ത പറയുവാൻ വേണ്ടി തുടങ്ങി. കുളിച്ച് പയ്യെ പയ്യെ മടങ്ങി വരുന്ന സമയത്ത് ഹല്ലേലൂയ ഒരു അപ്പച്ചൻ വിളിച്ച് മോനെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. പയ്യെ പയ്യെ മൊന്ത തൂക്കി ഞാൻ നടന്നു വരുന്ന സമയത്ത് ആ അപ്പച്ചനോട് ചോദിച്ചു, മോനെ ഉടുവസ്ത്രം ഒന്ന് കൊണ്ടുവന്നിട്ടില്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പച്ച എന്റെ ഉടുവസ്ത്രം എന്നെ പോലീസ് ഉദ്യോഗസ്ഥർ കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കരുതിയിരിക്കുന്ന ഒരു കീറിയ കയ്യിൽ എടുത്തെനിക്ക് തന്നു. അങ്ങനെ ആ കീറിയ കയ്യിൽ കൊടുത്തുകൊണ്ടാണ് ഞാൻ ജയിൽവാസം ആരംഭിക്കുവാൻ വേണ്ടി തുടങ്ങിയത്.
ചില ദിവസങ്ങൾ കഴിഞ്ഞു പോയി, ചില ആഴ്ചവട്ടങ്ങൾ കഴിഞ്ഞു പോയി, ചില മാസങ്ങൾ കഴിഞ്ഞു പോയി. തകർക്കപ്പെട്ടവനായി കാരാഗ്രഹത്തിനകത്തളങ്ങളിൽ പൈശാചിക മണ്ഡലം എന്നെ ഒതുക്കി കൂട്ടുവാൻ ഇടയായി തീർന്നു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും എന്റെ ജീവിതത്തെ കാരാഗ്രഹത്തിനകത്ത് ഒതുക്കി കൂട്ടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ആ ചെയിനകത്ത് കിടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കഴിക്കാൻ തരുന്നത് വലിയ ചപ്പാത്തിയാണ്. ആ ചപ്പാത്തിയുടെ പൊടി ഹല്ലേലൂയ എല്ലാം എന്റെ ശരീരത്തിനകത്ത് വന്ന് പതിച്ചു. ആ ശരീരം മുഴുവൻ വ്രണം ബാധിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ ഒരു ഉദ്യോഗസ്ഥരെ കണ്ടിട്ട് പറഞ്ഞു, സാറേ എന്റെ ശരീരം മുഴുവൻ വ്രണമാണ്, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ അവർ കേട്ട ഭാവം പോലും നടിച്ചില്ല. ചില ദിവസം കഴിഞ്ഞപ്പോൾ ഈ വ്രണങ്ങളെല്ലാം പൊട്ടി ശരീരത്തിൽ സ്മെല്ല് വരാൻ തുടങ്ങി. ഞാൻ വീണ്ടും ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ട് പറഞ്ഞു, സാറേ എന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പക്ഷെ അവർ കേട്ട ഭാവം പോലും നടിച്ചില്ല. ഹല്ലേലൂയ. ചില ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഇത് വർദ്ധിച്ചപ്പോൾ ഞാൻ കടന്ന സെല്ലിനകത്ത് ഏകദേശം മറ്റ് 16ഓളം പ്രതികൾ ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ ശരീരത്തിന് സ്മെല്ല് കാരണം ഇവർക്ക് എന്റെ അടുക്കൽ വരാനോ എന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാനോ കഴിയാത്തൊരു സാഹചര്യമായി മാറി. അങ്ങനെ ഈ ഹല്ലേലൂയ പ്രതികളെല്ലാം ഒരു ദിവസമായപ്പോൾ അവിടുത്തെ ജയിൽ വാർഡന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ പ്രശാന്ത് എന്ന് പറയുന്ന ഈ വ്യക്തിനെ ഞങ്ങളോട് കിടത്താൻ കഴിയത്തില്ല, ഇവന്റെ ശരീരം മുഴുവൻ സ്മെല്ലാണ്. എന്നാൽ അന്ന് രാത്രിയായപ്പോൾ ബാലരാമപുരകാരനായിരിക്കുന്ന വിൽസൺ സാർ എന്ന് പറയുന്ന ഒരു ജയിൽ വാർഡ് വന്ന് എന്നെ ആലിൽ വിളിച്ചുണർത്തുവാൻ ഇടയാൻ ചേർന്നു. എന്നിട്ട് പറഞ്ഞു, പ്രശാന്തേ നിന്റെ പ്ലേറ്റും മൊന്തയും പായെല്ലാം കൊണ്ട് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, സാറേ എന്നെ എങ്ങോട്ട് കൊണ്ടുപോവുകയാണ്? അദ്ദേഹം എന്നോട് പറഞ്ഞു, നിന്റെ മറ്റൊരു സെല്ലിലേക്ക് അടയ്ക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ആ സെല്ലിനെ പോലീസ് അധികാരികൾ വിളിക്കുന്ന പേരാണ് ഒറ്റപ്പെട്ട സെല്ല്. ഒരുപക്ഷെ ഒറ്റപ്പെട്ട സെല്ല് നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം പറയുമ്പോൾ ആ ഒറ്റപ്പെട്ട സെല്ലിനെ കുറിച്ച് നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഓർമ്മ വരും. കഴിഞ്ഞ വർഷം കൊട്ടാരക്കരയിൽ ഒരു സംഭവം നടന്നു. വന്ദന എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഡോക്ടർ, ഒരു അധ്യാപകൻ മദ്യത്തിന്റെ ലഹരിയിൽ ആ ഹോസ്പിറ്റലിനകത്ത് കയറി കുത്തി കൊലപ്പെടുത്തിയ വിഷയം നിങ്ങൾ എല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾ അറിഞ്ഞു കാണും. അദ്ദേഹത്തിന്റെ മാനസിക നില തിരിച്ചറിയേണ്ടതിന് വേണ്ടി അടച്ചുപൂട്ടിയ സെല്ലാണ് ഒറ്റപ്പെട്ട സെല്ല്. ഞാന് 2011 ആ ഒറ്റപ്പെട്ട സെല്ലിൽ തകർക്കപ്പെട്ടവനായി നടക്കുവാൻ ഇടയായി തീർന്നു. അതിനകത്ത് കിടന്ന് ഞാൻ കരയാൻ തുടങ്ങി. അതില് ചില ദിവസം കരച്ചിൽ മാറി, അതിൽ പിച്ചും പെയ്യും പറയാൻ തുടങ്ങി. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കിടന്ന് ഭ്രാന്ത് പിടിക്കുന്ന ഒരു സാഹചര്യമായി എന്റെ ജീവിത അനുഭവങ്ങൾ മാറുവാൻ വേണ്ടി തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഹല്ലേലൂയ എന്ത് ചെയ്യണം എനിക്കറിയത്തില്ല. ആരോടൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല, ആരോടൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. ഒറ്റപ്പെട്ട സെല്ലിൽ ഹല്ലേലൂയ ഞാൻ തകർക്കപ്പെട്ടവനായി മാറുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഞായറാഴ്ചയായപ്പോൾ ഞാൻ വീണ്ടും ഒരു ശബ്ദം കേൾക്കുന്നത്. ദൈവശബ്ദമല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ശബ്ദമാണ് ഞാൻ കേട്ടത്. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ലാത്തി വെച്ച് ഈ ജയിലിന്റെ തെരുവോരങ്ങളിൽ കയറി ഇറങ്ങി ഈ സെല്ലുകളിൽ എല്ലാം അദ്ദേഹത്തിന്റെ ലാത്തി വെച്ച് അടിച്ചുകൊണ്ട് പറഞ്ഞു പോയ ശബ്ദം ഇങ്ങനെയാണ്, പള്ളി 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 പള്ളി. ഞാൻ നോക്കുന്ന സമയത്ത് മറ്റുള്ള സെല്ലുകളിൽ നിന്നെല്ലാം പ്രതികൾ വരിവരിയായി ഇറങ്ങി വരുന്ന ഒരു കാഴ്ച കണ്ടു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവർ മടങ്ങി വരുന്ന സമയത്ത് ഞാൻ ഒരു ഉദ്യോഗസ്ഥനോട് വിളിച്ചു ചോദിച്ചു, സാറേ എന്തിനാണ് ഹല്ലേലൂയ ഇവരൊക്കെ പുറത്തു പോയെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതിനകത്ത് പള്ളിക്കാർ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്ത പറയുന്ന വാക്ക്, പള്ളിക്കാർ നിങ്ങൾക്ക് വേണ്ടി നല്ല വചനം പറഞ്ഞു തരും. അടുത്ത പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, പള്ളിക്കാർ വന്ന് നിങ്ങൾക്ക് വേണ്ടി നല്ല പാട്ടുകൾ പാടിത്തരും. ഇത് കേട്ട ഉടനെ തന്നെ എന്റെ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത തിളച്ചു മറിഞ്ഞു വന്നു. ആ സമയം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമാണെന്ന് തോന്നുന്നു. ഇത് പറയാൻ കാരണമുണ്ട്. ഞാൻ അല്പം തിരുവനന്തപുരം ഭാഷ ഉപയോഗിക്കട്ടെ. ഞാൻ അതിനകത്ത് കിടന്ന് ഭയങ്കര ബീഡി വലിയാണ്. ഈ ഒറ്റപ്പെട്ട സെല്ലിലേക്ക് പോയപ്പോൾ എന്റെ കയ്യിലുണ്ടായിരുന്ന ബീഡിയെല്ലാം തീർന്നു പോയി. അപ്പോൾ എന്റെ കൂട്ടുപ്രതികളെ കണ്ടു കഴിഞ്ഞാൽ ബീഡി അവരെ കയ്യിൽ നിന്ന് വാങ്ങാം, ആകാശം നന്നിട്ടൊന്ന് കാണാം, വായു നന്നായിട്ടൊന്ന് ശ്വസിക്കാം എന്നുള്ള ചിന്ത എന്റെ ഹൃദയത്തിനകത്ത് തിളച്ചു മറിഞ്ഞു. പക്ഷേ അതിന് പുറത്തിറങ്ങാൻ ഒരു അവസരം വേണ്ടി ഞാൻ നോക്കിയപ്പോൾ മറ്റൊരു അവസരങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഏത് അവസരം എന്ന് പറയുന്നത് പള്ളിക്കാരുടെ പ്രാർത്ഥന കൂട്ടായ്മ എന്ന് പറഞ്ഞാണ്. അങ്ങനെ ഒരു ദിവസം ഞാനും കാത്തിരുന്നു. ഈ പള്ളിക്കാരുടെ പ്രാർത്ഥന കൂട്ടായ്മ എന്ന് പറഞ്ഞ് ഇറങ്ങുവാൻ വേണ്ടി ഞാനും ആഗ്രഹിച്ചു. ഹല്ലേലൂയ. അങ്ങനെ വീണ്ടും ഒരു ഞായറാഴ്ച ആയപ്പോൾ ഒരു ജയിൽ വാർഡന്റെ അദ്ദേഹത്തിന് കയ്യിലിരിക്കുന്ന ലാത്തി വെച്ച് പറഞ്ഞുപോയി, പള്ളി 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 പള്ളി. ഞാൻ പറഞ്ഞു, സാറേ ആ പള്ളിക്കാരുടെ കൂട്ടായ്മയിലേക്ക് എനിക്കും പോകണം. എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് പള്ളിക്കാരുടെ കൂട്ടായ്മയിലേക്ക് ചെന്ന് യേശുവിനെ ആരാധിക്കണമെന്നല്ല. എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ കൂട്ടുപ്രതികളെന്ന് കാണണം, ആകാശം വിശ്വസിക്കണം. ഇതൊക്കെയായിരുന്നു എന്റെ വിഷയം എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം വന്ന് എനിക്ക് ഇരുമ്പ് കവാടം തുറന്നു തന്നു. ഇരുമ്പ് കവാടം തുറന്നു തരുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രശാന്തേ അവിടെ ഒരു വലിയൊരു കൂട്ടമുണ്ട്, ആ കൂട്ടത്തിന് നടുവിലിരിക്കരുത്, നീ ഒരു സൈഡിൽ പോയിരിക്കണം. കാരണം എന്താണ്,
കൂട്ടത്തിലെത്താൻ കൊള്ളില്ലാത്തവനായി എന്റെ ശരീരം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നോക്കുന്ന സമയത്ത് പ്രത്യേകം ഒരു ഹാലിന് കൂട്ടം ഇങ്ങനെ കൂടിയിരിക്കുന്നു. അതിന്റെ നടുവിലായി പാവപ്പെട്ട രണ്ട് അപ്പച്ചന്മാർ നിൽക്കുന്നു. ഞാനും ഒരു സൈഡിൽ പോയി ഇരിക്കുവാനിടയായി തീർന്നു. ഉടൻ തന്നെ ഈ അപ്പച്ചന്മാർ രണ്ടുപേരും എഴുന്നേറ്റിട്ട് പറഞ്ഞു, കണ്ണുകളെ മൂടാം, പ്രാർത്ഥിക്കാം. ചില പ്രതികളൊക്കെയും ആത്മാർത്ഥതയോടെ കണ്ണുകളെ മൂടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങി. ഞങ്ങൾ ചില പ്രതികൾ എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്നറിയേണ്ടതിന് വേണ്ടി കണ്ണുകൾ തുറന്ന് പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. ഉടൻ തന്നെ ഈ പാവപ്പെട്ട രണ്ട് അപ്പച്ചന്മാർ ഞങ്ങൾ പ്രതികളെല്ലാം പ്രാർത്ഥിച്ച് അങ്ങോട്ട് അനുഗ്രഹിച്ചു. ഒരപ്പച്ചൻ ഇരുന്നു. അപ്പച്ചൻ എഴുന്നേറ്റ് ചാടി ഒരു ഗാനം ആലപിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, കേരള ചരിത്രത്തിനകത്ത് നമുക്കറിയാം 14 ജില്ലകളിൽ എത്ര ജയിലുകളുണ്ടോ ആ എല്ലാ ജയിലുകളിലും സന്ധ്യാസമയമാകുമ്പോൾ മൊന്തയിലും ഫ്ലൈറ്റിലും ഹാലയിലൊക്കെ തട്ടിപ്പാടുന്ന ഒരേ ഒരു ഗാനം മാത്രമേ ഉള്ളൂ. ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യാനികളൊക്കെയും ഒരുപോലെ പാടുന്ന ഒരേ ഒരു പാട്ട്, ഹല്ലേലൂയ. ആ പാട്ടാണ് ഈ അപ്പച്ചന്മാർ പാടുവാൻ വേണ്ടി തുടങ്ങിയത്. ഒരുപക്ഷെ ആ പാട്ടിന്റെ എതിരടികൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വളരെയധികം സമാധാനത്തെ പകർന്ന ഒരു പാട്ടിന്റെ വരികളായിരിക്കാം. പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണ്: പെറ്റമ്മ മറന്നാലും മറക്കാത്ത കർത്താവായ യേശുക്രിസ്തുവിനെ വന്ദിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഗാനം. ആലംബമില്ലാതെ അണിഞ്ഞപ്പോൾ, ഒറ്റയ്ക്കിരുന്ന് കഴിഞ്ഞപ്പോൾ ആശ്വാസധാരെ വന്ന് ക്രിസ്തുവിനെ വർണ്ണിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഗാനം ഈ അപ്പച്ചൻ ഇങ്ങനെ പാടുവാൻ വേണ്ടി തുടങ്ങി. പാടുന്ന സമയത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ചില പ്രതികളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഇങ്ങനെ ഒഴുകുന്ന ഒരു കാഴ്ച കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഉടൻ തന്നെ ഹല്ലേലൂയ, കൂട്ടത്തുണ്ടായിരുന്ന ഒരു പ്രതി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഈ അപ്പച്ചന്റെ അരികിൽ ഓടി ചെന്നിട്ട് അപ്പച്ചന്റെ മൂക്കിലിട്ട് ഒരു ഒറ്റ ഇടി. ഞങ്ങളുടെ ഒരു കാഴ്ചയാണ്. ഇതുകൊണ്ട് അപ്പച്ചന്റെ മൂക്കിൽ നിന്ന് രക്തം ധാരധാരയെ ഒഴുകുവാൻ വേണ്ടി തുടങ്ങി. ഇത് കണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓടി വന്ന്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഓഫീസ് മുറിയിൽ ചെന്ന് ഒരു വെള്ള കടലാസിനെ തൂക്കിപ്പിടിച്ച് ഈ അപ്പച്ചന്റെ കടത്തിൽ കൊടുത്തിട്ട് പറഞ്ഞു, അപ്പച്ച ഇതിനകത്തേക്ക് ഒരു സൈൻ പതിപ്പിച്ചേക്ക്, ഒരു ഒപ്പ് പതിപ്പിച്ചേക്ക്, ഇവന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. എന്നാൽ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയാണ് ആത്മജീവിതത്തിൽ എനിക്കൊരു ചവിട്ടുപടിയായി മാറുവാൻ ഇടയെത്തുന്നത്. എന്താണെന്നറിയാമോ? ഇടികൊണ്ട് രക്തം ധാരധാരയെ ഒഴുകുന്ന സമയത്തും പോലീസുകാർ ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിരിക്കുന്ന വെള്ള കടലാസിനെ ഞങ്ങൾ പ്രതികളെല്ലാം കാട്ടി ഉയർത്തിപ്പിടിച്ച് രണ്ടാട്ട് വലിച്ചു കീറി നിലത്തിട്ടിട്ട് അദ്ദേഹം പറഞ്ഞ പ്രസ്താവന ഇങ്ങനെയാണ്: ക്രിസ്തുവിന് വേണ്ടി സകലതും ക്ഷമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് കണ്ട് ഞാൻ എട്ടിപ്പോയി. കാരണം എന്താണെന്നറിയാമോ? മറ്റുള്ളവർ ഉപദ്രവിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് മദ്യവും മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ച് കിടക്കുന്ന ഞങ്ങളെ പോലുള്ളവരെ തിരക്കി വരുവാൻ ഒരു ഹൈന്ദവനോ മുസൽമാനോ പാരമ്പര്യ ക്രിസ്ത്യാനികളോ ഇല്ലാത്ത സ്ഥാനത്ത് പാവപ്പെട്ട സുവിശേഷകരല്ലാതെ അതിനകത്ത് വന്ന സമാധാനത്തെ പകരുവാൻ ആരെയും കണ്ടില്ല. നോക്കണമേ, ഇടികൊണ്ട് രക്തം ധാരധാരെ ഒഴുകുമ്പോഴും ഈ അപ്പച്ചന് പറയാനുള്ള ഒരു പദം, ക്രിസ്തുവിന് വേണ്ടി സകലതും ക്ഷമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ വളരെയധികം ചിന്തിപ്പിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ആവേശത്തോടെ വിളിച്ചു പറയട്ടെ, ഈ പവിത്ര സുവിശേഷത്തിന്റെ വിളംബരത്തിന് വേണ്ടി വിരോധമായി എത്രയെത്ര രാജാക്കന്മാർ വിരോധമായി എഴുന്നേറ്റിട്ടുണ്ട്, എത്രയെത്ര നേതാക്കന്മാർ വിരോധമായി എഴുന്നേറ്റിട്ടുണ്ട്. ഈ പവിത്ര സുവിശേഷം അവസാനിച്ചു, ഇതേവരെയും അവസാനിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഹല്ലേലൂയ, കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പേ ഹല്ലേലൂയ കർണാടക ഹൂബ്ലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഈ ഒരു യോഗത്തിന് പ്രസംഗിക്കാൻ വേണ്ടി കടന്നുപോയി. ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരുന്ന ദൈവസഭയുടെ അടുത്തുള്ള ദൈവസഭയ്ക്കകത്ത് ഒരു കൂട്ടം സുവിശേഷ വിരോധികൾ പകൽ കയറി വന്നിട്ട് അവിടുത്തെ ദേവദാസന്റെ കഴുത്തിനെ അറുത്ത് കൊന്നുകളഞ്ഞു. എന്നിട്ട് അവർ ഒരു പോസ്റ്റർ അവിടെ പതിപ്പിച്ചു. എന്താണെന്നറിയാമോ? കർണാടക ഹൂബ്ലിയിൽ സുവിശേഷം ഞങ്ങൾ അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടുന്ന രീതി, അതെല്ലാം ഭയാനകമായിട്ട് കർണാടക ഹൂബ്ലിയിൽ അവർ ചെയ്തു. പക്ഷേ അതേ വർഷം തന്നെ മരണപ്പെട്ടു പോയ ആ ദേവദാസന്റെ മകൻ ആ ശുശ്രൂഷ ഏറ്റെടുത്ത് ആ ദൈവസഭ തുറന്ന് പ്രവർത്തിക്കുവാനിടയായിരുന്നു. ഞാൻ ആത്മാവിനെ വിളിച്ചു പറയാം, പീഡിത്വത്തിന്റെ ആത്മാവിനെയല്ല നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം മാറ്റി വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നിങ്ങൾ വാട്സാപ്പിനകത്തൂടെ കണ്ടു കാണും, കർണാടക കടവ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഏരിയ സഭ മുഴുവനും സുവിശേഷ വിരോധികൾ കയറി ഇറങ്ങി അവിടെ മുഴുവനും അടിച്ചു തകർത്ത് അവിടുത്തെ ദേവദാസെ അടിച്ചു പുറത്താക്കി അവരുടെ മതത്തിന്റെ പ്രതിഷ്ഠ കൊണ്ടുവച്ചു, അവരുടെ മതത്തിന്റെ പൊടിയും നാട്ടി. എന്നിട്ട് കർണാടക കടവയിൽ അവർ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ഹല്ലേലൂയ ഈ ദേശത്ത് സുവിശേഷം ഹല്ലേലൂയ ഞങ്ങൾ അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കേൾക്കണമോ? അതേ വർഷം തന്നെ ഞാൻ വീണ്ടും കർണാടക കടവയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ കാണുവാനും ഞാൻ അറിയുവാനും ഇടയായി തീർന്ന സംഭവം എന്താണെന്ന് അറിയാമോ? എവിടെയാണോ തകർക്കപ്പെട്ട ആ ദേശം മുതൽ മാംഗ്ലൂർ പട്ടണം വരെ ഏകദേശം 25 ദൈവസഭകളെ ദൈവം അവിടെ എഴുന്നേൽപ്പിക്കുവാനിടയായി തീർന്നു.
ഒന്ന് ആമേൻ പറയുവാൻ കഴിയുമോ? വലിയ ദൈവ പ്രവൃത്തികൾ എവിടെ പ്രതികൂലങ്ങളുണ്ടോ, എവിടെ പ്രതിസന്ധികളുണ്ടോ, എവിടെ നിനക്ക് ഹല്ലേലൂയ അനുകൂലമല്ല എന്ന് പറഞ്ഞ ഒരു ജനം എഴുന്നേൽക്കുന്നുവോ, ഹല്ലേലൂയ അവിടെ ദൈവസഭ വളരുവാൻ വേണ്ടി തുടങ്ങും. അവിടെ ദൈവ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ വേണ്ടി തുടങ്ങും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം എന്നെ കരുനാഗപ്പള്ളിയിൽ അവിടെ പാവപ്പെട്ട ഒരു ദേവദാസി അടിച്ച് ഹല്ലേലൂയ പുറത്താക്കിയ ദൈവസഭ മുഴുവൻ അടിച്ച് തകർത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തുവാൻ കഴിയാത്തത് കൊണ്ട് ഈ സുവിശേഷ വിരോധികൾ മുഖംമൂടി ധരിച്ചാണ് കയറി വന്ന് ഉപദ്രവിച്ചത്. ആ ദേവദാസിയും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹോസ്പിറ്റൽ റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ചെന്നത് വീണ്ടും ഭവനത്തിൽ റെസ്റ്റ് ചെയ്യുവാനല്ല, അടച്ചുപൂട്ടി അതേ ദൈവസഭ തുറന്ന് അവർ ശക്തമായ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങി. ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നിങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. മാധവ് എന്ന് പറയുന്ന മനുഷ്യൻ ഹല്ലേലൂയ രക്ഷയുടെ അനുഭവത്തിൽ വന്ന ഒരു ചരിത്രം. ഹല്ലേലൂയ. അദ്ദേഹം ഹല്ലേലൂയ UP കാരനാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഹൈന്ദവ കുടുംബത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിച്ച് ജലത്തിൽ സാക്ഷി കഴിച്ചുകൊണ്ട് സുവിശേഷ പ്രവർത്തനത്തിന് തകൃതിയായി നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു കാലയളവ്. കുടുംബത്തിനകത്ത് മറ്റാരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. ഒരു ദിവസമായപ്പോൾ ഹല്ലേലൂയ മകന്റെ വിവാഹം അടുത്ത് വന്നു. ഈ മകൻ വന്ന് അപ്പന്റെ അടുക്കൽ വന്ന് പറയാണ്, അപ്പ നാളെ എന്റെ വിവാഹമാണ്, അപ്പൻ വന്ന് നടത്തി തരണം. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ അപ്പൻ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിനെ 2 മണിക്കൂറത്തേക്ക് മാറ്റി വെച്ചിട്ട് വേണം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് എന്റെ വിവാഹം നടത്തി തരാൻ. ഉടൻ തന്നെ ഹല്ലേലൂയ അപ്പന്റെ മറുപടി എന്താണെന്ന് അറിയുമ്പോ, മോന്റെ വിവാഹം അപ്പന് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ മോൻ പറഞ്ഞില്ലേ, ഹല്ലേലൂയ അപ്പൻ വിശ്വസിക്കുന്ന യേശുവിനെ 2 മണിക്കൂറത്തേക്ക് മാറ്റി വെക്കുവാൻ അത് അപ്പനെ കൊണ്ട് കഴിയത്തില്ല. അപ്പൻ വിശ്വസിക്കുന്ന സത്യമുണ്ടല്ലോ, ഹല്ലേലൂയ അത് സമാധാനത്തിന്റെയാണ്. അപ്പൻ അറിഞ്ഞ സത്യമുണ്ടല്ലോ, അത് ഹല്ലേലൂയ അത് സ്നേഹത്തിന്റെയാണ്. അപ്പൻ അറിഞ്ഞ സത്യമുണ്ടല്ലോ, അത് നിത്യതയുടെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പൻ അല്പം പോലും യേശുവിനെ പിരിഞ്ഞിരിക്കുവാൻ സാധിക്കുന്നില്ല. രണ്ടുപേരും പിരിഞ്ഞു. വെയിലാറുന്ന സമയത്ത് വീണ്ടും ഈ അപ്പൻ മടങ്ങി വരുന്ന സമയത്ത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്വന്തം ഭാര്യ എത്തിച്ചേരുന്നറിയാമോ? കടാര എടുത്തു, സ്വന്തം മകൻ വടിവാളെടുത്തു. അപ്പൻ കയറി വരുന്ന കണ്ടുകൊണ്ട് തന്നെ സ്വന്തം ഭാര്യ വയറ്റിനകത്ത് ഒത്തിക്കയറ്റി. ഹല്ലേലൂയ മകൻ ശരീരഭാഗങ്ങൾ വെട്ടിമുറിച്ചു. ഉടലൊരു ഭാഗത്ത്, കൈയൊരു ഭാഗത്ത് വെട്ടിമുറിച്ചു. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വനാന്തരത്തിനകത്ത് കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞു. സുവിശേഷം അവസാനിച്ചോ? ഹല്ലേലൂയ. ഞാൻ ആത്മാർത്ഥതയോടെ വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ ഞങ്ങളെല്ലാം കൊല്ലാൻ സാധിക്കും, പക്ഷേ ആ സമയം തന്നെ അടുത്ത ഒരു തലമുറയെ സ്വർഗം എഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും മാന്യമിത്രങ്ങളുടെ തലമുറകൾ രക്ഷയുടെ അനുഭവത്തിലില്ല എങ്കിൽ, പിന്മാറ്റത്തിന്റെ സാഹചര്യങ്ങളിലൂടെ പോകുന്നുവെങ്കിൽ, മദ്യപാനത്തിന്റെ മയക്കുമരുന്നിന്റെ അടിമത്തം ജീവിതം നയിക്കുന്നവരാണെങ്കിൽ, ഞാൻ ആത്മാവിന് പ്രവചിക്കുകയാണ്, നിന്റെ തലമുറ അന്ത്യകാല പ്രവാചകനായി സ്വർഗം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. അന്ത്യകാല ശുശ്രൂഷകനായി ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. അന്ത്യകാല അപ്പോസ്തലനായി ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. അന്ത്യകാല സുവിശേഷകനായി ദൈവം നിങ്ങളുടെ തലമുറകളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? ഒരുപക്ഷെ നിന്റെ തലമുറ ഇന്ന് രക്ഷയുടെ അനുഭവത്തിൽ ഇല്ലായിരിക്കാം, പക്ഷെ ഞാൻ ആത്മാവിന് പ്രവചിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തിന്റെ സ്ഥലത്തിൽ നീതിയോടെ നിൽക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, നിങ്ങളുടെ തലമുറയെ പട്ടുപോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് പറയുമ്പോൾ തന്നെ ജീവിതം അടുത്ത ചില തലമുറകളെ നോക്കി യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ പ്രവചിക്കുകയാണ്, തകർന്നു പോയ നിന്റെ ജീവനെ പണിയുന്ന യേശുവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, അതിന് കർത്താവിന്റെ 2ാം വരവോളം ഈ സുവിശേഷം നിലനിൽക്കും. കാരണം ഇത് മനുഷ്യന്റെ പദ്ധതിയല്ല. സുവിശേഷം സാക്ഷാൽ ദൈവമായ യഹോവയുടെ പദ്ധതിയാണ് സുവിശേഷം. എന്താണ് സുവിശേഷം? നമുക്കറിയാം, തന്റെ പുത്രനെ തന്ന് നമ്മളെ സ്നേഹിച്ച സ്നേഹമാണ് സുവിശേഷം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ മരണം, പുനരുത്ഥാനം, ഹല്ലേലൂയ 2ാം വരവ്, ഏതാണ് നിങ്ങളുടെ സുവിശേഷം? പ്രൈസ് ദി ലോർഡ്. അതിനു വേണ്ടി ഒരു തലമുറ നെറ്റിയും ചങ്കും കൊടുത്തു നിൽക്കുവാൻ സ്വർഗം ഇന്ന് അഭിഷേകം ചെയ്യുവാൻ ഇടയായിത്തീരും. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? നോക്കണമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടികൊണ്ട് അപ്പച്ചന് മൂക്കിന്റെ രക്തം ആരനാരെ ഒഴുകുന്ന സമയത്തും അപ്പച്ചന് പറയാനുള്ള മറുപടി, ക്രിസ്തുവിന് വേണ്ടി സകലതും ക്ഷമിക്കുന്നു. എന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര അധികം അതൊരു സ്വാധീനം ചെലുത്തുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഞായറാഴ്ച സമയങ്ങളിൽ എല്ലാ ഹല്ലേലൂയ സമയങ്ങളിലും ഞാൻ ഈ ജയിലിനകത്ത് വെച്ച് ഈ സുവിശേഷകരുടെ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് ചെല്ലുവാൻ വേണ്ടി തുടങ്ങി. ഒരു ദിവസമായി വീണ്ടും എന്റെ ശരീരത്തിലെ വ്രണങ്ങളെല്ലാം പൊട്ടി ശരീരം സ്മെല്ല് വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസമായപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഈ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി വരുന്ന പാസ്റ്റർ അപ്പച്ചന്മാരോട് ഈ കാര്യം ഒന്ന് അവതരിപ്പിക്കാം. പോലീസുകാരോട് ഞാൻ മാറിയും തിരിഞ്ഞും പറഞ്ഞു എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. പക്ഷെ കേട്ട ഭാവം പോലും നടിച്ചില്ല. ഒരു ദിവസമായപ്പോൾ അല്ലെങ്കിൽ എന്നോട് അല്പം ഒരു സ്നേഹം കാണിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, സാറേ, ഈ പ്രസംഗിക്കാൻ വേണ്ടി വരുന്ന പാവപ്പെട്ട ഈ പാസ്റ്റർ അപ്പച്ചന്മാരോട് എനിക്കൊന്ന് സംസാരിക്കാൻ, എനിക്കൊന്ന് 1 മിനിറ്റ് ഒന്ന് അനുവദിക്കാമെന്ന് ചോദിച്ചു. എന്റെ ഭാഗ്യമെന്ന് പറയട്ടെ, അല്ലെങ്കിൽ എനിക്ക് 2 മിനിറ്റോളം അവർ അനുവദിച്ചു തന്നു. ഞാൻ റിമാൻഡ് പ്രതിയായതുകൊണ്ട് ആ സമയത്ത് ഷട്ടിട പാടി കയ്യിലേക്ക് മുറുക്കി കൊടുത്ത് തലമുടി ചീകി വൃത്തിയാക്കി സുവിശേഷം പറഞ്ഞു പോകുന്ന ഈ അപ്പച്ചന്മാരുടെ പുറകിൽ ഓടിച്ചെന്നു. അപ്പച്ച ഒന്ന് നിൽക്കാൻ പറഞ്ഞു. 2 പേര് പിടിച്ചു നിർത്തി. എന്നിട്ട് ഹല്ലേലൂയ ഈ അപ്പച്ചന്മാരോട് പറഞ്ഞു, അപ്പച്ച, എന്റെ പേര് പ്രശാന്ത് എന്നാണ്, ഞാൻ ചെങ്കൽച്ചുള്ള കാരനാണ്, എനിക്ക് ഏകദേശം 17ഓളം കേസുകളുണ്ട്. ഇപ്പോൾ ഒരു കൊലപാതക കുറ്റത്തിനാണ് പോലീസുകാർ എന്നെ അറസ്റ്റ് ചെയ്ത് ഇതിനകത്ത് അടച്ചിരിക്കുന്നത്. എനിക്ക് പുറം ലോകം കാണുവാൻ കഴിയുമോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല അപ്പച്ച. എന്നിട്ട് ഞാൻ ഈ അപ്പച്ചന്മാരോട് പറഞ്ഞു, അപ്പച്ച, എന്റെ ശരീരം മുഴുവനും കണ്ടോ? പക്ഷെ എന്റെ ശരീരം മുഴുവനും വ്രണമാണ്. കണ്ണിൽ ബാധിച്ചു, ഉറങ്ങിട്ട് ചില ദിവസങ്ങളായി. നാക്കിൽ ബാധിച്ചു, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ മാറിയും തിരിഞ്ഞും ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ഇവർ കേട്ട ഭാവം പോലും നടിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ അപ്പച്ചന്മാരോട് ലഘുവായിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചു, അപ്പച്ച, നിങ്ങൾ പ്രസംഗിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ഈ യേശുവിന് എന്നെ സൗഖ്യമാക്കാൻ പറ്റും? എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ പ്രസംഗിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ഈ യേശുവിന് എന്നെ സൗഖ്യമാക്കാൻ പറ്റുമോ? മറ്റുള്ള പ്രതികളെല്ലാം തള്ളിക്കളഞ്ഞ സ്ഥാനത്ത്, മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം മാറ്റി നിർത്തിയ സ്ഥാനത്ത് ഈ പാവപ്പെട്ട 2 അപ്പച്ചന്മാർ എന്റെ ശരീരത്തിന്റെ സ്ഥിതി പോലും നോക്കാതെ എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ തലയെ കൈവച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരാഴ്ച പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ ശരീരത്തിലെ ആളിലെ മുഴുവൻ വ്രണങ്ങളും കരിഞ്ഞു മാറുവാൻ വിചാരിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് പ്രശാന്ത് എന്ന് പറയുന്നത് ഞാൻ രോഗസൗഖ്യം അനുഭവിച്ചത് വലിയ കൺവെൻഷൻ ക്രൂസൈഡുകളല്ല, 40 ദിവസത്തെയും 21 ദിവസത്തെയും 7 ദിവസത്തെയും 3 ദിവസത്തെയും ഉപവാസ പ്രാർത്ഥനയിലുമല്ല. ആവേശത്തോടെ ഞാൻ വിളിച്ചു പറയും, കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിലും ഇറങ്ങി വന്ന് സൗഖ്യം തരുന്ന ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, അത് എന്റെ യേശു കർത്താവാണ്. എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, ഏതെങ്കിലും പാരമ്പര്യ രോഗത്തിനാൽ നീ ഭാരപ്പെടുകയാണെങ്കിൽ ആ രോഗസൗഖ്യദായകനായിരിക്കുന്ന ക്രിസ്തുവിനെ നീ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഏത് വലിയ മാരക രോഗത്തെയും ദൈവം അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം തരുവാനിടയായി തീരും. ഇത് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ ഒരു പ്രവചനം പ്രവചിക്കുകയാണ്. അപ്പന്റെ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് കയറി വരുന്ന പാരമ്പര്യ രോഗബന്ധനം, അമ്മയുടെ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് കയറി വരുന്ന രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ, ഞങ്ങൾ ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ആ രോഗബന്ധനത്തെ സ്വർഗം ഇന്ന് പകൽക്കാലം അഴിക്കാൻ പോവുകയാണ്, മാറ്റാൻ പോവുകയാണ്, സൗഖ്യമാകാൻ പോവുകയാണ്. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശു കർത്താവിന്റെ മേലായി യേശുവിന്റെ അടിപ്പിണരുകളാൽ വിശ്വസിക്കുന്ന നിന്നിൽ ഒരു അത്ഭുതകരമാകുന്ന സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ. വിശ്വസിക്കുന്ന രാമനെ പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ, വിശ്വസിക്കുന്ന രാമനെ പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. ചിലർ പറയാറുണ്ട്, അപ്പന്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഷുഗറാണ്, അമ്മയുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഷുഗറാണ്. ഇങ്ങനെ ഭാരതീയ മാരകമായിട്ടുള്ള രോഗബന്ധനങ്ങൾ പറയുമ്പോൾ സ്വർഗം പറയുന്നു, പാരമ്പര്യ രോഗം കൊണ്ട് ജീവിക്കുവാനല്ല, പാരമ്പര്യത്തെ പൊളിച്ച് സൗഖ്യം തരുന്ന ഒരേ ദൈവം യേശു കർത്താവ് ഇന്ന് നിന്നെ സൗഖ്യമാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ഞാൻ ആത്മാവിനെ കാണുന്നു, ആരുടെ മേൽ ഒരു സൗഖ്യത്തിന്റെ കാലം എന്ന് പകൽക്കാലം വെളിപ്പെടുകയാണ്. വിശ്വസിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അത്ഭുതം കാണും. ആരുടെ കല്ലറയ്ക്കകത്താണെങ്കിലും അത്ഭുതം പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു യേശുവുണ്ട്. ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആത്മാവിനെ വിളിച്ചു പറയട്ടെ, സ്തോത്രം. ഹല്ലേലൂയ. ആദ്യമായിട്ട് ഞാൻ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി രോഗസൗഖ്യം അനുഭവിച്ചത് ഹല്ലേലൂയ വൻപൻ ക്രൂസൈഡുകളല്ല, കാരാഗ്രഹത്തിനകത്ത് വെച്ചാണ് ആദ്യമായിട്ട് രോഗസൗഖ്യം അനുഭവിക്കുവാനിടയായി തീർന്നത്. എന്റെ ഹൃദയത്തിനകത്ത് വിശ്വാസത്തെ ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ചിന്തിച്ചു, ഇവരുടെ പ്രാർത്ഥന കൂട്ടം എന്റെ ജീവിതത്തിനകത്ത് ഭയങ്കര ചലനം ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു ദിവസമായപ്പോൾ
ഈ പാവപ്പെട്ട രണ്ട് അപ്പച്ചന്മാർ എനിക്ക് പുതിയ നിയമം എന്ന് എഴുതിയ ഒരു നീല ബൈൻഡിട്ട ഒരു പുസ്തകം എന്റെ കയ്യിലെത്തി കൊണ്ട് തന്നിട്ട് പറഞ്ഞു, പ്രശാന്തേ, ഇതിനകത്ത് യോഹന്നാൻ സുവിശേഷം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, വായിക്കാൻ പറഞ്ഞു. ഞാൻ അത് വാങ്ങിച്ചു. തിരുവനന്തപുരം പൂജപ്പുര സെന്ററിന്റെ സ്പെഷ്യൽ ചെയ്യുന്നതിനകത്ത് കടന്ന് യോഹന്നാൻ സുവിശേഷം ഞാൻ വായിക്കാൻ തുടങ്ങി. ഓരോ അധ്യായങ്ങൾ മറിച്ച് വായിക്കുമ്പോൾ സ്വർഗം എനിക്ക് വേണ്ടി ഒരു പുതിയ അധ്യായം എഴുതി തുടങ്ങുകയായിരുന്നു. അങ്ങനെ ആ ചെയിനകത്ത് വെച്ച് ഞാൻ ഒരു തീരുമാനം എടുക്കുവാനിടയായി തീർന്നു. സ്വർഗം ഇന്ന് എനിക്കൊരു അവസരം ഒരുക്കുകയാണെങ്കിൽ ഞാൻ കർത്താവിന്റെ സാക്ഷിയാ നിൽക്കും, ഞാൻ കർത്താവിന്റെ വേലക്കാരനായി മാറുമെന്ന് ഒരു തീരുമാനം എടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവ പ്രവൃത്തികളും പരിശുദ്ധനായ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുവാനിടയായി തീർന്നു. ആ കാരാഗ്രഹത്തിനകത്തളങ്ങളിൽ ഒറ്റപ്പെട്ടവനായി തനിയെ ഹാലലിയായിട്ടുള്ള സ്ഥാനങ്ങളിലും ഹാലലി ഭിന്നത്തിൽ എന്റെ കൂട്ടെന്ന് പറയുന്നത് എന്റെ യേശുപ്പനായി മാറുവാനിടയായി തീർന്നു. പ്രൈസ് ലോർഡ്. ഹാലലി അതിനകത്ത് കിടന്ന് ബൈബിൾ വായിക്കുവാൻ വേണ്ടി തുടങ്ങി, ട്രാക്റ്റുകൾ വായിക്കുവാൻ വേണ്ടി തുടങ്ങി. ഹാലലിയ ശക്തമായ ദൈവ സാന്നിധ്യം എനിക്ക് അതിനകത്ത് വെച്ച് അനുഭവിക്കാൻ സാധിച്ചു. അങ്ങനെ ഞാൻ തീരുമാനമെടുത്തു, ഇനി ഹാലലിയ മറ്റ് ഒരു ഹാലിലെ കാര്യങ്ങളിൽ ഞാൻ ഏർപ്പെടില്ല, ഇനി അവസരം ഒരുക്കുമ്പോൾ കർത്താവിന്റെ വേല ചെയ്യും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയാകുവാൻ പരിശുദ്ധനായ ദൈവം എനിക്ക് അവസരങ്ങൾ ഒരുക്കുവാൻ ഇടയായി തീർന്നത്. ഇനി എനിക്ക് ഒറ്റൊരു സാക്ഷ്യം കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ആ സാക്ഷിയിലേക്ക് ഞാൻ പ്രവേശിക്കാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ആ സാക്ഷിയുടെ പേര് കോടതി മുറിയിലെ അത്ഭുതം എന്നാണ്. കോടതി മുറിയിലെ അത്ഭുതം വേഗത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ അതിന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ജയിലിനകത്ത് വെച്ചിട്ട് ഞാനൊരു തീരുമാനമെടുത്തു, ഇനി പുറലോകം കാണുവാൻ സ്വർഗം എനിക്ക് അവസരം ഒരുക്കുകയാണെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ജാമ്യം ലഭിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ജാമ്യം ലഭിക്കുന്ന സമയത്ത് ഒരു കണ്ടീഷൻ ബെയിലും വെച്ചു. കണ്ടീഷൻ ബെയിൽ എന്ന് പറയുന്നത് എനിക്ക് എന്റെ സ്വന്തം ദേശത്തേക്ക് എനിക്ക് പോകാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ ബെയിലും, അതുപോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്തുള്ള സെക്രട്ടേറിയറ്റിന്റെ അടുക്കലുള്ള കൺട്രോൾ റൂമിൽ വന്ന് ഒപ്പിടണം. ഇങ്ങനൊരു കണ്ടീഷൻ ബെയിലാണ് എന്നെ ജാമ്യം ലഭിച്ച് ഞാൻ പുറത്തിറങ്ങുവാൻ ഞാൻ കഴിഞ്ഞത്. അങ്ങനെ ഞാൻ മറ്റൊരു സ്ഥലത്ത് ഒളിവിൽ പാർക്കുന്ന സമയത്ത് ഇനി എന്റെ ഹൃദയത്തിനകത്ത് തിളച്ചു മറിഞ്ഞ ഒരു ചിന്ത ഉണ്ടായിരുന്നു, ഇനി ഞാൻ ഏത് ദൈവസഭയിൽ പോകും, ഞാൻ ഇനി എങ്ങനെ ആരാധിക്കും എന്നൊക്കെയുള്ള ചിന്ത എന്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒളിവിൽ പാർത്തിരുന്ന അടുത്തുള്ള ഒരു ഭവനത്തിൽ, എന്റെ ഒരു ബന്ധുവിന്റെ ഭവനമാണ്, അവിടെ ഒരു ബഹുമാനപ്പെട്ട ഒരു അഭിഷേക് ദേവദാസൻ അവിടെ കടന്നു വരുവാൻ ഇടയായി തീർന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ യാദൃശ്യമായിട്ട് അവിടെ കടന്നു ചെല്ലുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അവിടെ അദ്ദേഹം എനിക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്ന സമയത്ത് രഹസ്യമായും പരസ്യമായും ചെയ്ത കാര്യങ്ങളൊക്കെയും അദ്ദേഹം പ്രവചിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച അനന്തരം അദ്ദേഹം പോകുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, മറ്റൊരു സഭയിലും മോൻ പോകുന്നില്ലെന്നുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്തൊരു സഭയുണ്ട്, അവിടെ കടന്നു വരാൻ സാധിക്കുമോ ചോദിച്ചു. എന്റെ ഒരു ഭാഗ്യമാത്രമായിട്ട് ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കാരണം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എനിക്കൊരു ദൈവസഭ ഹാലലി ഒരുക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അതിന് ശനിയാഴ്ച രാത്രി ആയപ്പോൾ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. കാരണം എന്താണ്, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ദൈവസഭ എനിക്ക് വേണ്ടി ഹാലലി ഒരുക്കപ്പെട്ടു. അങ്ങനെ ഞായറാഴ്ച പ്രഭാതമായപ്പോൾ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഞാൻ ആ സഭയിൽ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. വളരെയധികം സന്തോഷത്തോടെ ആ ദൈവസഭ എന്നെ സ്വാഗതം ചെയ്തു. എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുവാനും ഹാലലി ആ ദൈവസഭ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ ബൈബിൾ കോളേജിന്റെ പഠനത്തിന് വേണ്ടി ആ ദൈവസഭ എന്നെ അയക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ആദ്യമായി പഠിക്കുന്നത് റാന്നിയിലുള്ള ഫെയ്ത്ത് ഏജ് ബൈബിൾ കോളേജിലാണ്. ബാബു ജോർജ് സാറിന്റെ അദ്ദേഹത്തിന്റെ ബൈബിൾ കോളേജിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കോഴ്സ് പൂർത്തീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് അവസരങ്ങൾ ഒരുക്കി. അത് കഴിഞ്ഞതിന് ശേഷം യൂത്ത് വിത്ത് മിഷൻ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ വൈവാം എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇന്റർനാഷണൽ ബൈബിൾ കോളേജ് പഠനം പൂർത്തീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് അവസരങ്ങൾ ഒരുക്കി. ഏകദേശം 2.5 വർഷം വരെയും അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം യേശു പാതാന്തികം എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ബൈബിൾ കോളേജ് പഠനം പൂർത്തീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് അവസരങ്ങൾ ഒരുക്കി. അങ്ങനെ ബൈബിൾ കോളേജ് പഠനങ്ങൾ പൂർത്തീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് അവസരങ്ങൾ ഒരുക്കി. ബൈബിൾ കോളേജ് പഠനം പൂർത്തീകരിച്ചതിന് ശേഷം ആദ്യമായിട്ട് എനിക്ക് സഭാ ചാർജ് ലഭിക്കുന്നത് ആദ്യം പുനലൂർ ഇളമ്പൽ കോട്ടവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്കൊരു സഭാ ചാർജ് ലഭിക്കുവാൻ ഇടയായിട്ടുള്ളത്. അതിന് 2.5 വർഷം വരെയും അവിടെ സഭാ ചാർജിൽ ഇരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് അവസരങ്ങൾ ഒരുക്കി. ആ സമയത്ത് അവരെല്ലാം തീരുമാനിച്ചു, ഇനി സഭാ ചാർജിൽ ഇരിക്കണമെങ്കിൽ വിവാഹം കഴിക്കണം. അങ്ങനെ
അവർ എന്നെ വിവാഹം കഴിപ്പിക്കുവാൻ വേണ്ടി ദൈവദാസന്മാരുടെ പ്രശ്നം കാരണം വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കത്തില്ല, കാരണം എന്റെ കേസ് അറിഞ്ഞു കഴിഞ്ഞാൽ ആരും എനിക്കൊരു പെൺകൊച്ചിനെ തരത്തില്ല എന്ന് പറഞ്ഞു. എങ്കിലും പാസ്റ്റർമാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നിരവധി അനവധി ആലോചന എനിക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു കൊട്ടാരക്കരയിൽ ഒരു പെൺകൊച്ചിനെ കാണുവാൻ വേണ്ടിയിട്ട് പോകുവാൻ തീരുമാനിച്ചു. ഞാൻ ഈ ഒറ്റൊരു കണ്ടീഷൻ പറഞ്ഞു, എന്റെ കേസുകളെല്ലാം ആ കുടുംബത്തോട് അറിയിച്ചിരിക്കണം, എന്നെ കുറിച്ചുള്ള ഒന്നും അറിയിക്കാതെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊട്ടാരക്കരയിൽ ഞാൻ ഒരു പെൺകൊച്ചിനെ കാണാൻ വേണ്ടി പോയി. അവിടെ ഞാനിത് പറയുന്നതിന് കാരണമുണ്ട്, അത് പിന്നാലെ മനസ്സിലാകും. അങ്ങനെ പെൺകൊച്ച് നല്ല ചായയൊക്കെ കൊണ്ടുവന്നു, ഞാൻ കുടിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, അങ്ങോട്ട് പരസ്പരം ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്റെ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ആ കുടുംബം പറഞ്ഞു ഗുഡ് ബൈ, ഈ കുടുംബം നമുക്ക് ഇതിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാസ്റ്റർമാരോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും നടക്കത്തില്ല, കാരണം എന്റെ കേസ് അറിയുന്ന ആരും ഒരു പെൺകൊച്ചിനെ എനിക്ക് വേണ്ടി തരത്തില്ല, ആ സമയങ്ങളിൽ എന്റെ കേസ് തീർന്നിട്ടില്ല എന്നുള്ളതും സത്യമാണ്. അങ്ങനെ ഒന്ന് രണ്ട് പെൺകൊച്ചുകളൊക്കെ കണ്ടു, പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ എന്റെ സഹോദരി തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനായിരിക്കുന്ന പാസ്റ്റർ ക്ലെമന്റ് അവരുടെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു വിവാഹാലോചന ചോദിച്ചു. അപ്പൊ അദ്ദേഹം കുടുംബം പറഞ്ഞ ഒറ്റ വാക്കാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ, കാരണം എന്റെ വിഷയത്തിന് കൈതരാൻ ഒരു പ്രവാചകന്റെ കുടുംബത്തിന് മാത്രമേ സാധിക്കുന്നുള്ളൂ. അങ്ങനെ ആ കുടുംബം വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം അനുകൂലമായിട്ടൊരു പോസിറ്റീവ് മൈൻഡ് അവർക്ക് കൊടുക്കുവാൻ ഇടയാറ്റി വന്നു. അങ്ങനെ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് വിവാഹത്തിന് താല്പര്യമുണ്ടെന്ന് പറയുവാൻ ഇടയാറ്റി വന്നു. അങ്ങനെയാണ് എന്റെ വിവാഹം നടക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് 7 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് എനിക്ക് ഇന്നുണ്ട്. ഹല്ലേലൂയ. എങ്കിൽ ഞാൻ എന്റെ വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. ഞാൻ ഏകദേശം 9.5 വർഷമാണ് ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ഇടയാറ്റിയിരുന്നത്. 9.5 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കേസിന്റെ വിഷയത്തിന് വേണ്ടി ഞാൻ 9.5 വർഷമാണ് പ്രാർത്ഥിക്കേണ്ടി വന്നത്. ഇന്നും അതിൽ ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് പ്രചോദനമായി ഞാൻ ഈ സാക്ഷ്യം കൈമാറുവാൻ ദൈവനാമത്തിൽ ശ്രദ്ധപ്പെടുകയാണ്. കാരണം 1-2 വർഷം കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം ലഭിച്ചില്ല എങ്കിൽ, പ്രാർത്ഥന നിങ്ങൾ മടുത്തു പോകുന്നുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിന് പറയാം, ഈ സാക്ഷ്യം കഴിയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി സ്വർഗ്ഗം കൈമാറുവാൻ ഇടയാക്കിയിരുന്നു. അതിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് അവസരങ്ങൾ ഒരുക്കും. കാരണം 9.5 വർഷം ഞാൻ പ്രാർത്ഥിക്കുന്നത് വെറുതെ അല്ല പ്രാർത്ഥിച്ചത്. ഞാൻ ആ ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായി ഉപവസിക്കുമായിരുന്നു. ആദ്യം 40 ഉപവസിക്കും, ആ ഉപവാസം കഴിഞ്ഞുകൊണ്ടേ ചില ദിവസം ഭക്ഷണം കഴിക്കും, ശരീരത്തിനകത്ത് കുറച്ച് എനർജി കയറി കഴിഞ്ഞാൽ വീണ്ടും അടുത്തത് 21 ഉപവസിക്കും, വീണ്ടും അത് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ച് ശരീരത്തിന് എനർജി കഴിയാൻ അടുത്തത് 7 എടുക്കും, അങ്ങനെ 3 എടുക്കും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് 9.5 വർഷം വരെയും ശക്തമായിട്ട് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനൊക്കെയും സ്വർഗത്തിലെ ദൈവം എനിക്ക് അവസരങ്ങൾ ഒരുക്കി. കാരണം നിസ്സാരപ്പെട്ട ഒരു വിഷയമല്ലായിരുന്നു എന്റെ വിഷയം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു കൊലപാതക കേസിനകത്ത് ശിക്ഷ എന്ന് പറയുന്നത് ആദ്യം തൂക്കിക്കൊല്ലുമായിരുന്നു, പിന്നീട് ജീവപര്യന്തമായി മാറി. ആ ജീവപര്യന്തം 12 വർഷമായിരുന്നു, പിന്നത്തതിൽ 14 വർഷമായി മാറി. എന്നാൽ എന്റെ സമയം അടുത്ത് വന്ന സമയത്ത് മരണപര്യന്തം വരെയും ജയിലകത്ത് കിടക്കണം എന്നുള്ളൊരു നിയമം വന്ന ഒരു സമയമായിരുന്നു ആ സമയം എന്ന് പറയുന്നത്. ഞാൻ വളരെയധികം ശക്തമായിട്ട് ഈ വിഷയത്തിന് വേണ്ടി എനിക്ക് പ്രാർത്ഥിച്ച മതിയാകത്തുള്ളൂ. കാരണം എന്റെ വിവാഹം കഴിഞ്ഞു, എനിക്ക് ഹല്ലേലൂയ കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്ക് ജയിലിൽ പോകുന്നത് ഭയമില്ല. പക്ഷേ എന്റെ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ എനിക്ക് പോകണമെന്നുള്ള ഒരു ചിന്തയുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വളരെയധികം ഞാൻ കുടുംബത്തിന്റെ സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു ഉപവസിച്ച് ദൈവകൃപയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഹല്ലേലൂയ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന സമയം കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കേസിന്റെ ട്രയൽ സാക്ഷി വിചാരണ വയ്ക്കുന്ന സമയം അടുത്ത് വന്നു. 2019 നവംബർ മാസത്തിലാണ് എന്റെ കേസിന്റെ ട്രയൽ വെക്കുവാൻ ഇടയായിത്തീർന്നത്. എങ്കിലും എനിക്കൊരു ധൈര്യം ഉറപ്പുണ്ട്, ഞാൻ പഴയതുപോലെയല്ല. കഴിഞ്ഞ നാളുകളിൽ യേശുവില്ലാതെയാണ് ഞാൻ കോടതി മുറികളിലേക്ക് കയറി ഇറങ്ങിയതെങ്കിൽ ഇപ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് ധൈര്യം ഉറപ്പുണ്ട്, യേശു എന്നോടൊപ്പമുണ്ട്. എനിക്ക് വേണ്ടി യേശു അത്ഭുതം ചെയ്യുന്നത് ആണ് ഞാൻ പരിപൂർണമായ. അങ്ങനെ 9.5 വർഷം വരെയും ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയായിരുന്നു. ആ ട്രെയിനിൽ വരുന്ന ദിവസങ്ങളിൽ ഹല്ലേലൂയ എനിക്കൊരു ധൈര്യം ഉറപ്പ് വിശ്വാസം ഉണ്ടായിരുന്നു, കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. നമുക്കറിയാം, ആ ട്രെയിൻ വരുന്ന സമയത്ത് എങ്കിലും എന്റെ ഹൃദയത്തിനകത്ത് വല്ലാത്ത ഭയവും കയറി വന്നു. അങ്ങനെ ഞാനൊരു പ്രയർ കാർഡ് അടിച്ചു. എനിക്ക് പരിചയമുള്ള ദൈവസഭകളും പരിചയമില്ലാത്ത ദൈവദാസന്മാരെയും കണ്ട് ഈ പ്രയർ കാർഡ് കൊടുത്തിട്ട് ഞാൻ ആവശ്യപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. കാരണം അങ്ങനത്തെ ഒരു വലിയ വിഷയമാണ്.
അങ്ങനെ ആ പ്രയർ കാർഡിനകത്ത് ഒന്നാമത്തെ പ്രാർത്ഥന വിഷയം ഞാൻ എഴുതിയെന്ന് പറയുന്നത്, ഹല്ലേലൂയ, നമുക്കറിയാം ഒരു കേസിനകത്ത് സാക്ഷികൾ പറയുന്നത് പോലെ ഇരിക്കും ആ കേസിനകത്ത് ശിക്ഷ വരുന്നത്. അങ്ങനെ ഒന്നാമത്തെ പ്രയർ കാർഡിനകത്ത് ഞാൻ ഒന്നാമത്തെ പ്രാർത്ഥന വിഷയം എഴുതിയത്, എന്റെ കേസിനകത്തുള്ള സാക്ഷികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്റെ കേസിനകത്തുള്ള സാക്ഷികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും എന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി സാക്ഷ്യം പറയരുത്. രണ്ടാമത്തെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത്, എന്റെ കൂട്ടുപ്രതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ കൂട്ടുപ്രതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത്, എന്റെ അഡ്വക്കേറ്റ് മേരിക്കുഞ്ഞ് മേഡത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ക്രിമിനൽ ലോയറാണ് മേരിക്കുഞ്ഞ് മേഡം. അടുത്ത നാലാമത്തെ എന്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത്, ഈ കേസിനകത്തുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർ സലാമുദ്ദീൻ സാറിന് വേണ്ടി പ്രാർത്ഥിക്കുക. അഞ്ചാമത്തെ എന്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത്, ഈ കേസിന് ന്യായപാലനം ചെയ്യുന്ന ഞങ്ങളുടെ ജഡ്ജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സെറിൽ സാറാണ്. ഹല്ലേലൂയ. അദ്ദേഹം മജിസ്ട്രേറ്റ് അല്ല, ജഡ്ജി തന്നെയാണ്. ഹല്ലേലൂയ. അടുത്ത എന്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത്, മരണപ്പെട്ടു പോയ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ഈ പ്രയർ കാർഡ് അടിച്ച് പല സഭകൾ കയറി ഇറങ്ങി ഞാൻ പ്രയർ കാർഡ് കൊടുത്ത് എന്റെ പ്രാർത്ഥന വിഷയം ഞാൻ പറയുവാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പോകുന്ന ഒരു സമയത്ത് ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങൾ സഭയായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നു പോവുകയാണെങ്കിൽ ദൈവദാസനെ എന്നെ എപ്പോഴാണ് ഓർമ്മിക്കുന്നത്, ആ സമയത്ത് ഒരു സ്തോത്രമെങ്കിലും എന്റെ കേസിന് വേണ്ടി പറയണമെന്ന് പറഞ്ഞു. കാരണം സ്തോത്രത്തിന് അത്രമാത്രം വിലയുണ്ട്, പവറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ, ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ആ ദിവസം കടന്നു വന്നു. ഞാൻ എങ്ങനെയാണോ മീറ്റിങ്ങിന് പോകാൻ ഒരുങ്ങുന്നത് അതുപോലെ വെള്ള ഷർട്ടും കറുത്ത പേന്റൊക്കെ ഇട്ട് നല്ല ഇൻഷർട്ടൊക്കെ ചെയ്ത് എന്റെ ബൈബിളും എടുത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുവാനിടയായി തീർന്നു. ആ സമയങ്ങളിലൊക്കെ അന്യഭാഷ ഞാൻ ഇടപെടാതെ സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം ഞാൻ എന്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു, കോടതിയിലേക്ക് ഞാൻ പോവുകയാണ്, പ്രാർത്ഥിച്ചോളം പറഞ്ഞു. ആ സമയം നമുക്കറിയാം കോടതി ടൈം എന്ന് പറയുന്നത് 11 മണിയാണ്. പക്ഷേ ഈ കൊലപാതക കേസിന്റെ ട്രെയിൻ നടക്കുന്നത് കൊണ്ട് 9:30 മണിക്കാണ് ഞങ്ങളുടെ കേസിന്റെ ട്രെയിൻ സമയം വെച്ചത്. അങ്ങനെ ഞാൻ എന്റെ വാഹനം ഞാൻ ഒതുക്കി ഞാൻ വഞ്ചൂർ കോടതിയുടെ ആ വരാന്തയിലൂടെ നടന്നു പോകുന്ന സമയത്ത്, സെഷൻസ് കോടതി 2-ലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ എതിരെ വരുന്നവരില്ല എന്നെ കണ്ടിട്ട്, സാർ ഗുഡ് മോർണിംഗ്, സാർ നമസ്കാരം, ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. ഞാനിതെന്തോ ഒരു അത്ഭുതമായത്. ഒരു കൊലപാതക പ്രതിക്ക് ഇത്രയും വലിയ ബഹുമാനം. പിന്നീട് കാര്യം മനസ്സിലായത്, ഇവര് വിചാരിച്ചു ഞാനേതോ അഡ്വക്കേറ്റ് ആണ്. ഹല്ലേലൂയ. ഒരു ദിവസം പ്രാർത്ഥന സമയത്ത് ഹല്ലേലൂയ ഒരു പ്രവാചകൻ എന്റെ തലയിൽ വെച്ച് പ്രവചിച്ച ഒരു പദമുണ്ടായിരുന്നു. ഞാൻ ഓർത്തുപോയി. ഞാൻ നിന്നെ ആള് മാറിയവരെ പോലെയാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ഒരാള് മാറിയവനെ പോലെയാക്കി എന്നെ മാറ്റുവാനിടയായി തീർന്നു. സെഷൻസ് കോടതിയുടെ ഫ്രണ്ടിൽ ഞാൻ നോക്കുമ്പോൾ എന്റെ കൂട്ടുപ്രതികളൊക്കെ നിൽക്കുകയാണ്. അന്ന് കൊലപാതകം നടക്കുന്ന സമയത്ത് ഞങ്ങൾ 6 പ്രതികളാണ്. എന്നാൽ ഒരു പ്രതിക്ക് മാത്രം കൊലപാതകം നടക്കുന്ന സമയത്ത് ഏജ് തികയാത്തതുകൊണ്ട് അദ്ദേഹം ചുണ്ടർ കോർട്ടിലാണ് കേസ് നടക്കുന്നത്. ബാക്കിയുള്ള 4 പേരും ഞാനും അവിടെ ചെന്നു. ഞാൻ എന്റെ കൂട്ടുപ്രതികൾ ചോദിച്ചു, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന സുഖമായിട്ടിരിക്കുന്ന ചോദിച്ചപ്പോൾ എന്നോടൊരു പ്രതി ആദ്യം ചോദിച്ചത് ഇങ്ങനെയാണ്, പ്രശാന്തി നിനക്ക് ഭയമില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനു പേടിക്കണം, ദൈവം എനിക്ക് വേണ്ടിയുണ്ട്, യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. കാരണം 1-2 വർഷമല്ല, 9.5 വർഷം കൊണ്ട് പ്രാർത്ഥിച്ചതിന്റെ മറുപടി എനിക്ക് ചെയ്തേ മതിയാകത്തുള്ളൂ. അങ്ങനെ ഹല്ലേലൂയ, ഞങ്ങളെല്ലാം നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ അഡ്വക്കേറ്റുമാരെല്ലാം വന്നു, പബ്ലിക് പ്രോസിക്യൂട്ടർ വന്നു, അഡ്വക്കേറ്റ് ജഡ്ജി വന്നു. അങ്ങനെ ഞങ്ങളുടെ കേസ് വിളിക്കുവാൻ ഇടയായി തീർന്നു. ആദ്യം 2 പേർ കയറി, അതിന്റെ പുറകിലെ ഞാൻ ഓടിച്ചെന്ന് കയറി, വീണ്ടും 2 പേർ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് 2 പേരും ഇപ്പുറത്ത് 2 പേരും, ഞാൻ നടുക്ക് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ജഡ്ജി നോക്കുമ്പോൾ നേരെ കാണുന്നത് എന്റെ മുഖമാണ്. കാരണം ഞാൻ നിന്നതിന് കാരണമുണ്ട്, ഞാൻ എന്റെ കൂട്ടുപ്രതികൾക്ക് വേണ്ടി മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങി. ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തേ മതിയാകത്തുള്ളൂ. 9 വർഷം കൊണ്ട് പ്രാർത്ഥിച്ചതിന്റെ മഹത്വം, അത്ഭുതം ദൈവം എനിക്ക് അതിനകത്ത് ചെയ്തേ മതിയാകത്തുള്ളൂ. അതിൽ 9 വർഷം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച ഒന്നാമത്തെ പ്രാർത്ഥന വിഷയം, എന്റെ മുഖത്തേക്ക് നോക്കി വിരൽ ചൂണ്ടി സാക്ഷ്യം പറയരുത്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന, അന്യഭാഷ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്തൊക്കെയും എന്റെ കൂട്ടുപ്രതികൾക്ക് ഇടയ്ക്ക് നോക്കി പ്രശാന്ത് ചുമ്മാതെ നിൽക്ക്, പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയത്തില്ല. അതിൽ അങ്ങനെ ജഡ്ജി വന്നു, പബ്ലിക് പ്രോസിക്യൂട്ടർ ഞങ്ങളുടെ കേസ് ചാർജ് വായിച്ചു. എന്നിട്ട് ഒന്നാമത്തെ വിറ്റ്നസ് ഒന്നാമത്തെ ദൃക്സാക്ഷിയെ വിളിച്ച് സാക്ഷി കൂട്ടിനകത്തോട്ട് കയറ്റി. എന്നിട്ട് A1, A2, A3, A4 അങ്ങനെ ഞങ്ങളെല്ലാം നിൽക്കുകയാണ്. ഞങ്ങളുടെ പ്രതികൾ അതിനകത്ത് ഒന്നാമത്തെ A1, A2, ഞാൻ ഇതിനകത്ത് മൂന്നാമത്തെ പ്രതിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒന്നാമത്തെ പ്രതിയെ നോക്കിയിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിച്ചു, ഈ കേസിനകത്ത്
ആ പ്രതി എന്തൊക്കെ ചെയ്തതെന്ന് പറയാൻ സാധിക്കുമോ ചോദിച്ചു. ഉടൻ തന്നെ ഞാൻ വെട്ടിച്ചുരുക്കി പറയാം. ഹല്ലേലൂയ. ഒന്നാമത്തെ സാക്ഷി ഹല്ലേലൂയ ഒന്നാമത്തെ പ്രതി നോക്കിയിട്ട് പറയുകയാണ്, ഈ കേസിനകത്ത് അദ്ദേഹം വെട്ടുന്നത് കുത്തുന്നത് ഞാൻ കണ്ടു. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വീണ്ടും അന്യഭാഷ കൂട്ടി. ഹല്ലേലൂയ. കാരണം എനിക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്തേ മതിയാകത്തുള്ളൂ. 9.5 വർഷം കൊണ്ട് പ്രാർത്ഥിച്ചതിന്റെ മറുപടി സ്വർഗം എനിക്ക് ചെയ്തേ മതിയാകത്തുള്ളൂ. അങ്ങനെ അതിന് ഒന്നാമത്തെ പ്രതിയെ നോക്കിയിട്ട് ഒന്നാമത്തെ സാക്ഷി പറഞ്ഞ ആ പ്രതി വെട്ടുന്നത് കുത്തുന്നത് കണ്ടു. അടുത്ത രണ്ടാമത്തെ പ്രതി, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ പ്രതി എടുത്ത് ഈ 2011 നടന്ന കേസിനകത്ത് രണ്ടാമത്തെ ഏറ്റു പ്രതി, പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം ഈ കേസിനകത്ത് വെട്ടുന്നത് കുത്തുന്നത് നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചു. ഒന്നാമത്തെ സാക്ഷിയോട് ചോദിച്ചു. അദ്ദേഹം പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞു, ആ പ്രതിയും വെട്ടുന്നത് കുത്തുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. അടുത്ത ഞാനാണ് അതിൽ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിൽക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം 9.5 വർഷം കൊണ്ട് പ്രാർത്ഥിച്ചതിന്റെ മറുപടി സ്വർഗം എനിക്ക് ചെയ്തേ മതിയാകത്തുള്ളൂ. അത്ഭുതം ചെയ്തേ മതിയാകത്തുള്ളൂ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിച്ചു, 2010 നടന്ന കൊലപാതക കേസിനകത്ത് സ്ത്രീ പ്രശാന്ത് ഈ കേസിനകത്ത് വെട്ടുന്നത് കുത്തുന്നത് നിങ്ങൾ കണ്ടോ ചോദിച്ചു. പെട്ടെന്ന് ഒന്നാമത്തെ സാക്ഷി എന്നെ സൂക്ഷിച്ച് ഇങ്ങനെ നോക്കാൻ തുടങ്ങി. സൂക്ഷിച്ച് നോക്കിയതിനു ശേഷം ജഡ്ജിയോട് പറഞ്ഞ ഒരു വാക്ക് കണ്ട് ഞാൻ എട്ടിപ്പോയി. എന്താണെന്നറിയാമോ? ആ കേസിനകത്ത് ഹല്ലേലൂയ സ്ത്രീ പ്രശാന്ത് വെട്ടുന്നതും കുത്തുന്നതും ഞാൻ കണ്ടു. ഞാൻ പെട്ടെന്ന് ഞാൻ തകർന്നു പോയി. ഹല്ലേലൂയ. അതുവരേക്കും എന്നെ നോക്കി എന്റെ കൂട്ടുപ്രതികൾ എന്നെ ഉച്ചത്തോടൊരു നോട്ടം നോക്കി. ഞാൻ തകർന്നു പോയി. അതിനകത്ത് നിന്ന് ഞാൻ കരയാൻ തുടങ്ങി. കാരണം അതിൽ 9.5 വർഷം കൊണ്ട് പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടി ഞാൻ കണ്ടത് നെഗറ്റീവായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ 5 പ്രതികളെ, ഈ ഒന്നാമത്തെ വിറ്റ്നസ് ഞങ്ങൾ 5 പ്രതികളെ ചൂണ്ടി സാക്ഷ്യം പറയുവാൻ ഇടയാക്കി വന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ എന്റെ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞു, ഈ കേസിനകത്ത് എന്നെ ശിക്ഷിക്കും, കാരണം എന്റെ നേരെ വിരക്ഷോട്ട് സാക്ഷ്യം പറഞ്ഞു. ആളുകൾ എന്തായി തീരുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര അധികം ഞാൻ കരയാൻ തുടങ്ങി. എന്റെ ഭവനത്തിൽ ഞാൻ മടങ്ങി വന്നു, അതടച്ച് ഞാൻ പൊട്ടിക്കരാൻ തുടങ്ങി. എന്റെ മോളെ കാണുമ്പോഴൊക്കെയും എന്റെ ഹൃദയം എനിക്ക് അതിൽ ഭയങ്കരമായി വേദനിക്കാറുണ്ട്. ഹല്ലേലൂയ. എങ്കിലും പ്രാർത്ഥന ഞാൻ ഒരു അല്പം പോലും കുറച്ചില്ല. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നത് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അങ്ങനെ വീണ്ടും ഞാൻ രാത്രി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് എന്റെ ഒരു ചിന്ത ഇങ്ങനെ വന്നു, ഈ കേസിനകത്ത് ഹല്ലേലൂയ മറ്റേതെങ്കിലും സാക്ഷികൾ എന്റെ നേരെ സാക്ഷി പറയാതിട്ട് കഴിഞ്ഞാൽ പരമാവധി ശിക്ഷയെങ്കിലും കുറച്ച് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അങ്ങനെ ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ രണ്ടാമത്തെ ഹല്ലേലൂയ സാക്ഷി വിചാരണയ്ക്ക് വേണ്ടി ഞാൻ കടന്നു വരികയാണ്. ആദ്യത്തെ ദിവസം അന്യഭാഷയില്ല, ആദ്യത്തെ ദിവസത്തെ സ്തോത്രമില്ല. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം പറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് കോടതി മുറിയിൽ വന്നു. അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത് ആദ്യത്തെ ദിവസത്തെ പോലെ ഒന്നുമില്ല, ഉത്സവം. ഹല്ലേലൂയ. എന്തോ ആയിക്കൊണ്ട് തീരട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു മാനസികമായിട്ട് ഞാൻ വല്ലാത്തൊരു സാഹചര്യത്തിൽ ഞാൻ പെട്ടു. എങ്കിലും പ്രാർത്ഥനയ്ക്കൊട്ടും കുറവെടുത്തില്ല. അങ്ങനെ വീണ്ടും രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പ്രതികൂട്ടിനകത്ത് ഞങ്ങൾ 5 പേരും കയറി. രണ്ടാമത്തെ സാക്ഷിയെ സാക്ഷി കൂട്ടാരത്തിനകത്ത് കയറ്റി. പബ്ലിക് പ്രോസിക്യൂട്ടർ വീണ്ടും ചോദിച്ചു, A1 വെട്ടുന്നത് കുട്ടുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. ഉടൻ തന്നെ രണ്ടാമത്തെ സാക്ഷി പറഞ്ഞു, ആ പ്രതി വെട്ടുന്നത് കുത്തുന്നത് കണ്ടു. അടുത്തത് രണ്ടാമത്തെ പ്രതി നോക്കിയിട്ട് പറഞ്ഞു, ആ പ്രതി വെട്ടുന്നത് കുത്തുന്നത് കണ്ടോ ചോദിച്ചു. ഉടനെ രണ്ടാമത്തെ സാക്ഷി അദ്ദേഹത്തിന് പറഞ്ഞു, വെട്ടുന്നത് കുത്തുന്നത് കണ്ടു. അടുത്ത മൂന്നാമത് നിൽക്കുന്നത് എന്നെ ചൂണ്ടിട്ട് പറഞ്ഞു, പ്രശാന്തും ഈ കേസിനകത്ത് വെട്ടുന്നത് കുത്തുന്നത് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 സാക്ഷികൾ ഉണ്ടായിരിക്കുന്ന സ്ഥാനത്ത് 28 സാക്ഷികളും ഞങ്ങൾക്ക് പ്രതികൂലമായി മാറി. 6 ദൃക്സാക്ഷികൾ. ഹല്ലേലൂയ. പിന്നെ ഫോറൻസിക് റിപ്പോർട്ട്, ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, വൂണ്ട് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും ഹല്ലേലൂയ ഡോക്ടർമാരെയൊക്കെ ഞങ്ങൾക്ക് പ്രതികൂലമായി മാറുവാനിടയായി അല്പം പോലും പ്രത്യാശയില്ലാത്ത ഒരു സാഹചര്യം ഒരു ദിവസം എന്റെ ജീവിതത്തിനകത്ത് വന്നു. ആ ദിവസങ്ങളിൽ എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോയി, എന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. എന്റെ കുടുംബത്തെ ഓർക്കുമ്പോൾ, എന്റെ മോളെ ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു വേദന എന്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരുന്നു. എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എന്റെ ഭവനം വിലാപ ഭവനം പോലെയായി മാറാൻ ഇടയായി തീർന്നു. നല്ല ഭക്ഷണം വെക്കുന്നില്ല, ഞങ്ങൾ ആരും കഴിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കുന്നില്ല. ഒരു ദിവസമായപ്പോൾ സഹിക്കാൻ വയ്യാതെ എന്റെ ഭാര്യയോട് ഞാൻ പോയി പറഞ്ഞു, ഒരു പക്ഷേ ഈ കേസിനകത്ത് എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ പിന്നെ എന്നെ നോക്കരുത്, നിന്റെ അപ്പനോട് പറഞ്ഞ് നല്ലൊരു വിവാഹം കഴിച്ച് പൊത്തുകൊണ്ടെന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് മാത്രം എന്റെ സാഹചര്യങ്ങളൊക്കെ മാറുവാനിടയായി തീർന്നു.
പക്ഷേ ആ സമയങ്ങളിലെല്ലാം എന്റെ വൈഫ് പൊട്ടി കരയുവാൻ വേണ്ടി തുടങ്ങി. വളരെയധികം സാഹചര്യങ്ങൾ ഹാലലൂയ ഞങ്ങൾക്ക് പ്രതികൂലമായി മാറുന്നത് പോലെ, അന്തരീക്ഷം പോലും ഞങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്നത് പോലെയൊക്കെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. സന്തോഷം നഷ്ടപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു. ഭവനത്തിനകത്ത് ഹാലലൂയ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കേസിന്റെ 28 സാക്ഷി വിചാരണ കഴിഞ്ഞു. ഫെബ്രുവരി മാസമായപ്പോൾ ഹാലലൂയ 2020 ഫെബ്രുവരി 12-ാം തീയതി എന്റെ കേസിനകത്തുള്ള ജഡ്ജ്മെന്റ് ഡേറ്റ് ഇടുവാൻ വേണ്ടി തുടങ്ങി. ഡേറ്റ് ഇട്ടു. സ്തോത്രം. ഹാലലൂയ. ആ സമയങ്ങളിലൊക്കെയും ഞങ്ങളുടെ ചർച്ചിനകത്ത് ചെയിൻ പ്രയർ എനിക്ക് വേണ്ടി വെച്ചു. ഹാലലൂയ. ഓരോ മണിക്കൂർ കുടുംബങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ടി പരിചയമുള്ള ദൈവദാസന്മാർ, പരിചയമില്ലാത്ത ദൈവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹാലലൂയ. അവരോടൊക്കെ ഞാൻ ഹാലലൂയ കടപ്പെട്ടിരിക്കുകയാണ്. അതിലുപരിയാ എന്റെ ദൈവത്തോട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 2020 ഫെബ്രുവരി മാസം ഹാലലൂയ 12-ാം തീയതി ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ട് ഹാലലൂയ ഞാൻ പോകുവാൻ വേണ്ടി ഇറങ്ങി. എങ്ങനെയാണ് മീറ്റിംഗ് പോകുന്നത്? അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഞാൻ ഇറങ്ങിയത്. ഹാലലൂയ. എന്റെ കുഞ്ഞിന്റെ മുഖത്ത് പോലെ എനിക്ക് നോക്കാൻ സാധിക്കുന്നില്ല. എങ്കിൽ ഞാൻ എന്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉമ്മോടത്തിൽ പറഞ്ഞു, പപ്പ പെട്ടെന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കുടുംബം മൊത്തം വന്നിട്ട് പറഞ്ഞു, ഞങ്ങളും ഹാലലൂയ നിന്നോടൊപ്പം കോടതി മുറിയിലേക്ക് വരികയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആരും കോടതിയിലേക്ക് വരരുത്. കാരണം എനിക്ക് ജയിലിൽ പോകുന്ന ഭയമുള്ള കാര്യമല്ല. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് വിലങ്ങ് ധരിച്ച് എന്നെ കൊണ്ടുപോകുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ അതെനിക്ക് ഹാലിന് മറക്കാൻ കഴിയാത്തൊരു വിഷമമായി മാറും. അതുകൊണ്ട് ആരും കോടതി മുറിയിലേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കോടതിയിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹാലലൂയ ഞാൻ മഞ്ചൂർ കോടതിയിലേക്ക് ഞാൻ എത്തുന്ന സമയത്ത് സെഷൻസ് കോടതിയുടെ ഫ്രണ്ടിൽ അതിൽ വലിയൊരു കൂട്ടം, ജനക്കൂട്ടം തന്നെ നിൽക്കുന്നു. അവിടെ ഹാലലൂയ ഞാൻ നോക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് മരണപ്പെട്ടു പോയ ആ കുടുംബത്തിലുള്ള വ്യക്തികൾ, ഈ ഭാഗത്ത് ഞങ്ങളുടെ ദേശത്തിലുള്ളവർ, അതുപോലെ തന്നെ അവിടെ ഒത്തിരി പോലീസുകാർ. എന്നിട്ട് ഞങ്ങൾ 5 പ്രതികൾ അങ്ങോട്ട് മാറി നിൽക്കുന്ന സമയത്ത് മഞ്ചൂർ സ്റ്റേഷനിലുള്ള ഒരു SI വന്നിട്ട് പറഞ്ഞു, ഈ 5 പേരെയും വളഞ്ഞു നിൽക്കണം, കാരണം ഇവരെയാണ് നമുക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അല്ലെങ്കിൽ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി. ഹാലലൂയ. എങ്കിലും എന്റെ കുടുംബം ശക്തമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവസഭകൾ എനിക്ക് വേണ്ടി ആ സമയങ്ങളിൽ വളരെയധികം ശക്തമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഹാലലൂയ കോടതി ടൈം ആയപ്പോൾ ഹാലലൂയ ഞങ്ങളുടെ അഡ്വക്കേറ്റുമാരും പബ്ലിക് പ്രോസിക്യൂട്ടറും ജഡ്ജിയെല്ലാം കടന്നു വന്നു. ബെല്ലടിച്ചു. കോടതി സ്റ്റാർട്ടായി. കോടതി സ്റ്റാർട്ടാവുന്ന സമയത്ത് ഹാലലൂയ വീണ്ടും ഞങ്ങൾ പ്രതികൂട്ടിലേക്ക് ഞങ്ങളെ കയറ്റി നിർത്തുന്ന സമയത്ത് ഹാലലൂയ കണ്ണുനീരോടെയാണ് ഞാൻ കയറി നിൽക്കുന്നത്. ഉടൻ തന്നെ ജഡ്ജി പറഞ്ഞു, ആ പ്രതികൂട്ടിൽ ഇറങ്ങി അടുത്തേക്ക് വരാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഏകദേശം ജഡ്ജി ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു 50 മീറ്റർ അകലെ A1, A2, A3, A4, A5 ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഹാലലൂയ ജഡ്ജിമെന്റ് പേപ്പർ എടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ജഡ്ജിമെന്റ് വായിക്കുവാൻ വേണ്ടി തുടങ്ങി. ജഡ്ജി അദ്ദേഹത്തോട് പറഞ്ഞു, 324 വകുപ്പ് പ്രകാരം ഈ കോടതി നിന്നെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ശിക്ഷയെക്കുറിച്ച് വല്ല പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭാര്യയും കുഞ്ഞും അപ്പനും അമ്മയുണ്ട്, ഞാൻ ഒരു വാഹനം ഓടിച്ചിട്ടാണ് എന്റെ കുടുംബത്തെ നോക്കുന്നത്, ഈ കോടതി പരമാവധി ശിക്ഷ കുറച്ച് തരണം. ഉടൻ തന്നെ അദ്ദേഹം എന്തൊക്കെ എഴുതിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇത്രയും വർഷത്തേക്ക് ഈ കോടതി നിന്നെ ശിക്ഷിക്കുന്നു. ഞാൻ എട്ടിപ്പോയി. ഞാൻ വളരെയധികം അതിനകത്ത് വീണ്ടും കരയാൻ തുടങ്ങി. അവിടെ ഭയങ്കര ഭയാനകമായിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ വെളിപ്പെട്ടു. ഹാലലൂയ. അടുത്ത ഉടൻ തന്നെ രണ്ടാമത്തെ A2 വിളിച്ചിട്ട് പറഞ്ഞു, ഈ കോടതി ജഡ്ജിമെന്റ് പേപ്പർ എടുത്തിട്ട് അദ്ദേഹം വായിച്ചത് ഇങ്ങനെയാണ്, ഈ കോടതി 324 വകുപ്പ് പ്രകാരം ഈ കോടതി നിന്റെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ശിക്ഷയെക്കുറിച്ച് വല്ല പറയാനുണ്ടോ ചോദിച്ചു. ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭാര്യ കുഞ്ഞുമുണ്ട്, അമ്മയുണ്ട്, അപ്പൻ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി, ഞാൻ കൂലിപ്പണിയെടുത്താണ് എന്റെ കുടുംബത്തെ നോക്കുന്നത്, ഈ കോടതി പരമാവധി ശിക്ഷ കുറച്ചു തരണമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ അദ്ദേഹം എന്തൊക്കെ എഴുതിയിട്ട് പറഞ്ഞു, ഇത്തരം വർഷത്തേക്ക് ഈ കോടതി നിന്നെ ശിക്ഷിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ പെട്ടെന്ന് തളർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. അടുത്തത് ഞാനാണ്. ഹല്ലേലൂയ. തല കുലിച്ച് കണ്ണുനീരോടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടാൻ തുടങ്ങി. ഒരു ദൈവത്തിന്റെ വചനം കൊണ്ടുവന്ന് എന്റെ ഹൃദയത്തിനകത്ത് ദൈവാത്മാവ് ഇട്ടു. എന്നിട്ട് ജഡ്ജിയുടെ മുഖത്തേക്ക് നോക്കി പറയാൻ പറഞ്ഞു. പക്ഷെ ഇത് കേരള ചരിത്രത്തിനകത്ത് നടക്കാത്ത ഒരു സംഭവമാണ്. ഒരിക്കലും ഒരു പ്രതിക്ക് കോടതിക്കകത്ത് ജഡ്ജിയുടെ മുഖത്തേക്ക് നോക്കി ഒന്നും പറയാൻ കഴിയത്തില്ല. പക്ഷേ എങ്കിലും മാനസിക അവസ്ഥ അതാണല്ലോ, എല്ലാം തകർക്കപ്പെട്ടവനെ പോലെ നിൽക്കുകയാണ്.
പെട്ടെന്ന് തല കുടിച്ചു നിൽക്കുന്ന ഞാൻ എന്ന് ദൈവശക്തി പ്രാപിച്ചുകൊണ്ട് ആളുകളെ ജഡ്ജിയുടെ മുഖത്തേക്ക് നോക്കി ദൈവാത്മാവ് തന്ന ഒരു സങ്കീർത്തന ഭാഗം 121 സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ ഭാഗം ഞാൻ കോടതി മുറിയിൽ ജഡ്ജിയുടെ മുഖത്തേക്ക് നോക്കി പറയാൻ തുടങ്ങി. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ പക്കൽ നിന്ന് വരുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ അഡ്വക്കേറ്റ് മേൽപ്പനി വേണം പ്രസാദ് മിണ്ടാ നിൽക്കാൻ പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരോട് എന്നോട് മിണ്ടാ നിൽക്കാൻ പറഞ്ഞു. ഉടൻ തന്നെ ജഡ്ജി എന്റെ മുഖത്തേക്ക് ഒരു നോട്ടം, എന്നിട്ട് അദ്ദേഹം ജഡ്ജിമെന്റ് പേപ്പറിലേക്ക് വീണ്ടും എന്തോ എഴുതുവാൻ വേണ്ടി തുടങ്ങി. എഴുതിയതിനു ശേഷം അദ്ദേഹം എനിക്ക് വേണ്ടി ജഡ്ജിമെന്റ് പേപ്പർ വായിച്ചത് ഇങ്ങനെയാണ്: 2011 മാർച്ച് മാസം നടന്ന കൊലപാതക കേസിനകത്ത് പ്രശാന്ത് മുതൽ പാർട്ടി പ്രതികളെ ഈ കോടതി വെറുതെ വിടുന്നു. ഒരു അത്ഭുതം കോടതിയുടെ ഹൃദയിൽ സ്വർഗം എനിക്ക് വേണ്ടി ചെയ്യുവാനിടയായി തീർന്നു. ഞാൻ വാവിട്ട് നിലവിളിച്ച് കരയാൻ തുടങ്ങി. എന്റെ അവസാനത്തെ കരച്ചിൽ അവസായിരുന്നു ആ വിഷയത്തിന് വേണ്ടി. കാരണം സ്വർഗസ്ഥനായ പിതാവ് എനിക്ക് വേണ്ടി അതിനകത്ത് അത്ഭുതം ചെയ്യുവാനിടയായി തീർന്നു. ഒരു വചനത്തിന് ഒരാളുടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞുവെങ്കിൽ ഞാൻ ഇറങ്ങി അതിനകത്ത് നിന്ന് ഓടുവാനിടയായി തീർന്നു. അതുവരയ്ക്ക് വട്ടം ചുറ്റി നിന്ന പോലീസുകാർ ഈ തെങ്ങടെ രണ്ടായിട്ട് വിഭജിക്കുന്നത് പോലെ എന്റെ ഓട്ടങ്ങൾ രണ്ടായിട്ട് മാറുവാനിടയായി തീർന്നു. പുറത്തേക്ക് ഞാൻ ഇറങ്ങി ഓടി സ്വർഗത്തിലേക്ക് 2 കരം ഉയർത്തിപ്പിടിച്ച് ഞാൻ പറഞ്ഞു: മാനവും മഹത്വവും പുകഴ്ചയും ബഹുമാനവും എല്ലാം കേൾക്കുന്ന മാന്യമെത്രമേ, നിനക്ക് വിരോധമായ ഏത് വലിയ രേഖകളെ എഴുതിയാലും ദൈവം അതിന്റെ അനുകൂലമാണെങ്കിൽ നിന്നെ തകർത്ത് കളയുവാനോ നിന്നെ ഉടച്ചു കളയാനോ നിന്റെ ഇല്ലാതാക്കുവാനോ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം പ്രതികൂലത്തിന്റെ നടുവിലും ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. പ്രതിസന്ധികളെ നിന്റെ ചവിട്ടുപണിയാക്കി മാറ്റി മുന്നോട്ട് ഓടുവാനുള്ള ദൈവശക്തി ഇന്ന് പകൽക്കാലം ഈ സാക്ഷിയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരുടെ കൈമാറാൻ വേണ്ടി പോവുകയാണ്. എവിടെയോ അവസാനിക്കുമെന്ന് പറഞ്ഞ എന്റെ ജീവിതം എവിടെയോ തീർന്നു പോകുമെന്ന് പരിഹസിച്ചവരുടെ നടുവിൽ സ്വർഗ്ഗം എനിക്ക് വേണ്ടി ഇറങ്ങി അത്ഭുതങ്ങളിൽ ചെയ്യുവാനിടയായി തീർന്നു. ഉടൻ തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി എന്റെ വൈഫിനെ വിളിച്ചു. യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കുന്നു. ഇത് പറഞ്ഞ ഉടൻ തന്നെ എന്റെ വൈഫ് തിരിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ചായ, ഞങ്ങൾ കോടതിയിൽ ഒരു സൈഡിൽ വാഹനമിട്ട് അച്ചായന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കോടതി മുറിയിലേക്ക് വരരുതെന്നായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെയാ നിൽക്കുന്നത്? ഇന്ന സൈഡിലോട്ടെന്ന് പറഞ്ഞു. എന്റെ വാഹനം എടുക്കാതെ എന്റെ വൈഫ് കുടുംബം ഇരിക്കുന്ന ആ വാഹനത്തിന്റെ അടുക്കിലേക്ക് ഞാൻ ഓടിച്ചെല്ലുവാൻ ചേർന്നു. ഓടിച്ചെല്ലുന്ന സമയത്ത് ഇത് പറയുമ്പോൾ എപ്പോഴും എന്റെ ഹൃദയം പൊട്ടാറുണ്ട്. നിറക്കണ്ണോടുകൂടി എന്റെ കുടുംബം മുഴുവൻ കാറിനകത്തു നിന്നും പ്രാർത്ഥനയോടെ ഇറങ്ങി വന്ന് സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാൻ ഇടയായിരുന്നു. എന്റെ യേശോപ്പച്ചൻ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. യേശോപ്പച്ചൻ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. എവിടെയോ അവസാനിക്കേണ്ട ഞങ്ങളുടെ ജീവിതത്തെ, എവിടെയൊക്കെ പുഷ്ടിടേണ്ട ഞങ്ങളുടെ അനുഭവങ്ങളെ സ്വർഗം പുതിയ ഒരു മേഖലയിലേക്ക് മാറ്റി എഴുതുവാൻ ഇടയായിരുന്നു. സന്തോഷത്തോട് വിളിച്ചു പറയണ്ടേ. ഞാൻ അടുത്ത ചെന്നത് ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങൾ ആദ്യം ചെന്നത് ഞങ്ങളുടെ ഭവനത്തിലല്ല, നല്ലൊരു ഹോട്ടൽ മുറിക്കാനായിരുന്നു. നല്ല ഭക്ഷണം മാറ്റി കഴിച്ചു. ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് പോയി. എന്നിട്ട് അന്ന് മുഴുവൻ ഞാനും എന്റെ വൈഫും എന്റെ കുഞ്ഞും കൂടെ ശക്തമായിട്ടിരുന്നത് ദൈവത്തിന്റെ പാടി ആരാധിച്ചാണ് തീർന്നു. എന്നിട്ട് ഇവർ വീണ്ടും പോയി കിടന്നു തുടങ്ങി. ഞാൻ വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിൽ യാക്കോബ് തലയെ ശേഷിച്ചതുപോലെ ഞാൻ തലയെ ശേഷിച്ചു. ദൈവത്തോട് നന്ദി പറഞ്ഞു, ഒത്തിരി നന്ദി പറഞ്ഞു. കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. നന്ദി പറഞ്ഞു, ഒത്തിരി നന്ദി പറഞ്ഞു. 9 വർഷം കൊണ്ട് പ്രാർത്ഥിച്ചതിന് സ്വർഗം എനിക്ക് മറുപടി തന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഞാൻ കർത്താവിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചു. കർത്താവെ, എല്ലാ വിടുതൽ ഞാൻ നന്ദി പറഞ്ഞു. എന്നിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചു. കർത്താവെ, ഞാനൊരു പ്രയർ കാർഡ് അടിച്ചിരുന്നു. ആ പ്രയർ കാർഡിനകത്ത് ഞാൻ 1-ാമത്തെ എന്റെ പ്രാർത്ഥന വിഷയം എഴുതിയത് എന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി ആരും സാക്ഷ്യം പറയരുതെന്നാണ്. എന്ന് പറഞ്ഞ സാക്ഷികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ 1-ാമത്തെ വിഷയം എഴുതിയത്. അല്ലെങ്കിൽ ഞാൻ കർത്താവോട് ചോദിച്ചു, കർത്താവെ, എന്തിനാണ് 28 സാക്ഷികളെയും എനിക്ക് വേണ്ടി പ്രതികൂലമാക്കിയത്? കർത്താവ് എന്നോട് ഇടപെടാൻ തുടങ്ങി. ഈ 28 സാക്ഷികളെയും പ്രതികൂലമാക്കിയത് എന്റെ കരം തന്നെയാണ്. ഞാൻ എത്തിപ്പോയി. കർത്താവ്, എന്തിനാ ഈ 28 സാക്ഷികളെ എനിക്ക് പ്രതികൂലമാക്കിയത്? കർത്താവ് എന്നോട് ഇടപെട്ടത് ഇങ്ങനെയാണ്: ആരെങ്കിലും ഒരാളെങ്കിലും നിനക്കെതിരായി സാക്ഷി പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ നാളെ ഒരു സമയം നീ അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ തല പിടിക്കേണ്ടി വരും. എന്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. എന്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഞാൻ ആത്മാവിൽ പറയുകയാണ്.
നിനക്ക് ബലമുണ്ടെന്ന് നീ കരുതുന്നവർ പോലും നിനക്ക് പ്രതികൂലമാകാം. അതിൽ ഒരു പക്ഷേ നിന്റെ സാഹചര്യങ്ങൾ നിനക്ക് സഹായകരായി വന്നില്ല എങ്കിലും നീ അതിന് ഭയപ്പെട്ടു പോകരുത്, നീ ഭാരപ്പെടരുത്. കർത്താവ് നിന്റെ കൂടെയുണ്ടെന്ന് നീ വിശ്വസിക്ക്. യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികൂലത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് വിടുതലയിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് എബ്രായർ ബാലന്മാർക്ക് വേണ്ടി നെബൂഖദ്നേസർ രാജാവ് തീച്ചൂള ഒരുക്കിയ സമയത്തും സങ്കുറ്റത്തോട് പറഞ്ഞു, അന്യ ദൈവങ്ങളെ ഞങ്ങൾ ആരാധിക്കത്തില്ല, ജീവനുള്ള ദൈവത്തിനെ അല്ലാതെ. നോക്കണമേ, 7 മടങ്ങായി കത്തിച്ച തീച്ചൂളത്തിനകത്ത് 3 വരെ എറിഞ്ഞപ്പോഴും 4ാമത് ഒരുവൻ ഇറങ്ങി അത്ഭുതം ചെയ്യുവാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ ആത്മാവിനെ പ്രവചിക്കുകയാണ്. പ്രതിസന്ധിയുടെ നിലയിൽ നീ തനിയല്ല. ഒറ്റപ്പെടുന്ന സമയത്ത് നീ തനിയല്ല. നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു കരമുണ്ട്, നിന്റെ കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് യേശു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, ഞാൻ ആത്മാവിനെ കാണുകയാണ്. ഏതൊക്കെ തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ, ഏതൊക്കെ നിരാശയുടെ വക്കിൽ കിടക്കുന്ന കുടുംബങ്ങൾ, അവനെ നോക്കി ഞാൻ ആത്മാവിന് പ്രവചിക്കുന്നത്, നിങ്ങൾ തനിയല്ല. നിന്നെ പൊടിച്ചു കളയാതെ, മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ, നിന്റെ കുടുംബം ചിതറിക്കാതെ ഇന്നും ബലത്തോടെ നിർത്തുന്നത് ദൈവത്തിന്റെ കരം നിന്നോടൊപ്പം ഉള്ളത് കൊണ്ടാണ്. ഈ സമയവും കഴിഞ്ഞു പോകും. ദൈവം നിന്റെ മഹത്വത്തിനെ കൊണ്ടുവരും. നിന്റെ കുടുംബത്തെ ദൈവം പണിയുവാനിടയിൽ തീരും. ഏത് വലിയ പ്രതിസന്ധികളെയും ദൈവം ഒറ്റ വാക്കുകൊണ്ട് അതിനെ വിലാപം കുറിച്ച് ദൈവത്തിന്റെ മഹത്വത്തിന്റെ കുടുംബത്തിനകത്ത് നിന്റെ തലമുറയിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുക മാത്രം ചെയ്യുക, പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എന്ന് കേൾക്കുന്ന മാന്യമന്ത്രമേ, ദിസ് ഈസ് യുവർ ഡേ ഓഫ് മിറാക്കിൾ. ഇത് കേൾക്കുന്ന ഈ ദിവസം, ഈ സമയത്തിന്റെ അത്ഭുതത്തിന്റെ ദിവസമാക്കി ദൈവത്തിന്റെ പരിശുദ്ധർമ്മം മാനിക്കാൻ പോവുകയാണ്. കാരണം കോടതി മുറിയുടെ ദൈവത്തെ പോലും ദൈവം മാറ്റി എഴുതി എനിക്ക് അനുകൂലമാക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, നിന്റെ പ്രാർത്ഥന 1 നിമിഷം കൊണ്ട് മാറ്റുവാൻ, സാഹചര്യങ്ങളെ മാറ്റുവാൻ, പ്രതികൂലങ്ങളെ മാറ്റുവാൻ കഴിയുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഞാനൊരു വാക്കിട്ട് ഞാൻ വിരാമം കുറിക്കട്ടെ. ഹല്ലേലൂയ. ഏത് വലിയ സാഹചര്യങ്ങളിൽ കടന്നു പോയാലും ദൈവത്തെ മുറുകെ പിടിക്കുക. ആ യേശുവിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. എന്നിവിടെ വാക്കിട്ട് ഞാൻ വിരാമം കുറിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം പഠിക്കി തന്ന അനമ ടിവിയോടും പ്രിയ ബഹുമാനപ്പെട്ട അഭിഷേകത്തിനോടും, അതുപോലെ തന്നെ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും എന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും രേഖപ്പെടുത്തി എന്റെ വാക്കത്തിൽ ഞാൻ വിരാമം കുറിക്കുകയാണ്. സർവശക്തനായ ദൈവം എല്ലാവരെയും ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. എന്നെ എന്റെ കുടുംബത്തോട് പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രശാന്ത്. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലെ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. ഇത്ര വലിയ ഒരു സാക്ഷ്യം പറയുവാൻ ദൈവം അവസരമൊരുക്കിയപ്പോൾ അതിനുവേണ്ടി കൊടുക്കേണ്ടി വന്ന വില, അതിനുവേണ്ടി കടന്നു പോകേണ്ടി വന്നതായ തീച്ചൂളയുടെ അനുഭവങ്ങൾ, അത് എത്ര ഭയങ്കരമാണ് എന്ന് ആ വാക്കുകളിലൂടെ കേൾവിക്കാരായ ഓരോ പ്രിയപ്പെട്ടവർക്കും മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ ഓർത്തു, ചെങ്കൽച്ചൂളയിലെ ആ ചെറിയ കോളനിയിൽ ജീവിതം ആരംഭിച്ചു. ആ ബാല്യകാലത്തിലെ ചില ഓർമ്മകൾ പറഞ്ഞു. പെട്ടെന്ന് ആ സാഹചര്യവും ആ വളർന്നു വന്ന ചുറ്റുപാടും അവിടുത്തേതായ ആ സ്വാധീനത്താൽ ജീവിതത്തെ തകർത്തെറിയുവാനിടയായി തീർന്നു. അവിടെ കണ്ടതും കേട്ടതും അവിടെ നിന്ന് പഠിച്ചതുമായ അതിൻ്റെ ശക്തി, ആ ദേശത്തിൻ്റെ ശക്തി ഓരോ വ്യക്തികളെയും പിച്ചി ചീന്തുന്ന അനുഭവത്തിലേക്ക് വലിച്ചഴിക്കപ്പെട്ടു. അതിന് എടുത്തു പറയത്തക്ക ഒരു വ്യക്തിയാണ് കർത്താവിൻ്റെ ദാസൻ പ്രശാന്ത്. പക്ഷേ പിശാചിന് പിച്ചി ചീന്തുവാൻ തക്കവണ്ണം ഒരു ഘട്ടത്തിൽ കൊടുത്തെങ്കിലും ആ പിശാചിൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് പിടിച്ചു പറിച്ച അത്ഭുത സാക്ഷ്യമാണ് ഇന്ന് കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. പിശാച് പിച്ചി ചീന്തി. അതെ, ആ പൈശാചികമായ പ്രവൃത്തികൾ നിമിത്തം മദ്യത്തിനും ലഹരിക്കും പാപവഴികൾക്കും ഒക്കെ ജീവിതം വലിച്ചഴിക്കപ്പെട്ടു. പിന്നത്തേതിൽ ആ പല കേസുകൾക്ക് വിധേയനായി തീർന്നു. കൊലപാതകി എന്നുള്ള ആ ഒരു പദവിയിലേക്ക്
കടന്നു വന്നു. അതിൻ്റെയൊക്കെ കാരണം ആ ജനിച്ച് വളർന്നു വന്ന ആ പശ്ചാത്തലമാണ്, ആ ഒരു സാഹചര്യമാണ്. പക്ഷെ എവിടെ ജനിച്ചെന്ന് പറഞ്ഞാലും, ഏത് സാഹചര്യത്തിൽ വളർന്നു വന്നെന്ന് പറഞ്ഞാലും, എത്ര കേസുണ്ടെന്ന് പറഞ്ഞാലും, ദൈവത്തിനൊരുവനെ വേണമെന്നുണ്ടെങ്കിൽ ദൈവം ആ വ്യക്തിയെ തെരഞ്ഞെടുത്ത് അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരുവാനിടയായിത്തീരും. അതിന് വ്യക്തമായ ഉദാഹരണമാണ് കർത്താവിൻ്റെ ദാസൻ പ്രശാന്ത്. വചനം കോടതി മുറിയിൽ ബഹുമാനപ്പെട്ട കോടതിയോട് പറഞ്ഞു, അവങ്കലേക്ക് നോക്കിയ പ്രകാശിതരായവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്നുള്ളതായ ആ ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുമ്പോൾ ദൈവത്തിൻ്റെ മുഖം പ്രശാന്ത് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ മുഖത്തുകൂടി ആ ബഹുമാനപ്പെട്ട കോടതി വായിച്ചെടുത്തു. ദൈവമായിരുന്നു അവിടുത്തെ യഥാർത്ഥ ജഡ്ജ്, ദൈവമായിരുന്നു അവിടുത്തെ ന്യായാധിപൻ, ദൈവമാണ് അവിടെ വിധി കൽപ്പിച്ചത്. ലോകത്തിൻ്റെ കോടതി അല്ലായിരുന്നു അവിടെ വിധി കൽപ്പിച്ചത്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഒരു വിധിയായിരുന്നു അവിടെ നടന്നത്. എന്ത് വിധിയായിരുന്നു? ലോകത്തിൻ്റെ പാപത്തിൻ്റെ മ്ലേച്ഛതകളിൽ നിന്ന് ദൈവത്തിൻ്റെ കോടതിയിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ഒരു മനുഷ്യനായി ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുന്ന ഒരനുഭവത്തിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു ഈ പ്രോസസ്സുകളിലൂടെയൊക്കെ നടക്കുവാൻ ഇടയായി തീർന്നത്. സ്തോത്രം. പക്ഷെ അതിന് ഭൗമികമായ മാനുഷികമായ ചില സാഹചര്യങ്ങൾ അവിടെ ഒരുങ്ങി വന്നു എന്ന് മാത്രം. പക്ഷെ അതായിരുന്നില്ല ദൈവത്തിൻ്റെ പദ്ധതി. ലോകത്തിൻ്റെതായ പദ്ധതികളിലൂടെ ജയിലിൽ കടന്നുപോയി ജയിലിലെ ജീവിതമൊക്കെ നയിച്ചു എങ്കിലും ഇതിൻ്റെ പിന്നിൽ ഒരു മറുവശം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടിയിട്ട്, ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി, ദൈവം തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കിയതായ ചില വഴികളായിരുന്നു. നിശ്ചയമായിട്ടും കർത്താവിൻ്റെ ആ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കരമാണ് പ്രിയ ദൈവദാസനോട് കൂടെ ഇരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിത പങ്കാളി തന്നു, ഒരു കുഞ്ഞിനെ തന്നു, ഒരു ബന്ധം തന്നു, ഒരു കൂട്ടായ്മ തന്നു, ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ അവസരങ്ങളുണ്ടായി. ഇതെല്ലാം വെറുതെ ആയി പോകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ വചനം അത് ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അത് ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. ആ ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തി സ്വീകരിക്കുവാൻ, അനുസരിക്കുവാൻ തയ്യാറായാൽ അവിടെ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിന് വെളിപ്പെടുത്താതിരിക്കാൻ കഴിയുകയില്ല. അതാണ് കർത്തൃദാസന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു. ആമേൻ. ആ ദൈവത്തിൻ്റെ കരം ഇന്ന് കൂടെ ഇരിക്കുന്നു എന്ന് ആ വാക്കുകളിലൂടെ കേൾവിക്കാരെ ഓരോ പ്രിയപ്പെട്ടവർക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി വളരെ ശക്തമായി കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവദാസനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ പേരിൽ വർദ്ധിച്ചു വരട്ടെ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു കേട്ടുകേൾവി മാത്രമല്ല, നിങ്ങൾ വ്യക്തമായി നിങ്ങളുടെ കണ്ണിന് മുൻപിൽ ഈ ജീവിത അനുഭവങ്ങൾ കർത്താവിൻ്റെ ദാസനിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുക. ഇനിയും നമ്മൾ നീട്ടി വെച്ചാൽ, ഇനിയും നമ്മൾ ഈ യേശുവിനെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇനി ഒരു അവസരം ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. മാക്സിമം അവസരങ്ങളാണ് പ്രിയ സഹോദര സഹോദരി നമുക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല അവസരങ്ങളാണ് യേശുവിനെ അറിയുവാൻ വേണ്ടി നമുക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാത്സല്യ ദൈവദാസൻ യേശുവിനെ അറിഞ്ഞത് ഒരു ക്രൂസൈഡിൽ വെച്ചല്ല, ഒരു പരസ്യയോഗത്തിൽ വെച്ചല്ല, ഒരു കൺവെൻഷൻ വെച്ചല്ല, ഒരു സഭായോഗത്തിന് വെച്ചല്ല. അദ്ദേഹം അറിഞ്ഞത് കഷ്ടതയുടെ ഏറ്റവും ആഴത്തിലാണ് ഈ ദൈവ ആരെന്ന് തിരിച്ചറിയുവാനിടയായിത്തീർന്നു. ഈ ദൈവം ആരെന്ന് തിരിച്ചറിയുവാനിടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു പക്ഷെങ്കിൽ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങുന്ന വ്യക്തിയായിരിക്കാം. ജീവിതത്തിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, മദ്യപാനത്തിലും ലഹരി വസ്തുവിനും അടിമയായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നിരവധി കേസിന് വിധേയപ്പെട്ട് ജയിലിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിയമപാലകർക്ക് തലവേദനയായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ യേശുവിനെ നിന്റെ ജീവിതത്തെ വിടുവിക്കുവാൻ, നിന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ, നിന്റെ ദേശത്തിന് സമാധാനം അയക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇന്ന് ചെങ്കൽച്ചൂളയുടെ പേര് മാറി രാജാജി നഗർ ആയി തീർന്നിരിക്കുന്നു. ചെങ്കൽച്ചൂളയിൽ ആമേൻ ഒരു കൂട്ടം ക്രൂരന്മാരും അക്രമികളും
അസമാധാനവും മദ്യപാനവും ആമേന് വർദ്ധിച്ചു വന്ന ഒരു കാലയളവിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്നേഹം ആ ദേശത്തേക്ക് ഇറങ്ങി വന്ന് ഇന്ന് ആ ദേശത്ത് നൂറുകണക്കിന് ജനം ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്നു. 11-ലധികം ദൈവസഭകൾ ആ ദേശത്ത് കർത്താവിനെ ആരാധിച്ചു വരുന്നു. ശക്തമായ സുവിശേഷീകരണം ആ ദേശത്ത് നടക്കുന്നു. അനേക ആത്മാക്കൾ ആ ദേശത്ത് വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ആ ദേശം അറിയപ്പെടുന്നത് ചെങ്കൽ ചൂള എന്നല്ല, പകരം രാജാജി നഗർ. എങ്ങനെ രാജാജി? യേശു എന്ന ആമേൻ നമ്മുടെ കർത്താവ്, രാജാതി രാജാവ്, കർത്താതി കർത്താവുമായി വരാൻ പോവുക. ആ കർത്താവിൻ്റെ പ്രതിപുരുഷന്മാരായ ദൈവമക്കളുടെ ദേശമായ ആ ദേശം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ദേശം അനുഗ്രഹിക്കപ്പെട്ടൊരു ദേശമാണ്. അതിൻ്റെ പേര് കൊണ്ട് വളരെ പ്രസിദ്ധമാണെങ്കിലും ഇന്ന് ആ ദേശം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവജനങ്ങളുള്ള, അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ കൂടിവരവുള്ള ഒരു ദേശമാണ്. അതിന് വ്യക്തമായ ഉദാഹരണമാണ് കർത്താവിൻ്റെ ദാസൻ പ്രശാന്ത്. ഈ പ്രിയ ദൈവദാസനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം വലിയ അനുഗ്രഹമായി തീർന്നു. നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ, ദേശത്തെ സ്പർശിക്കുന്ന, വിടുവിക്കുന്ന, മാറ്റുവാൻ കഴിവുള്ള ഈ കർത്താവിനെ നമുക്കൊരു നിമിഷം നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവസ്ഥലം നമ്മെ തന്നെ ഒരു നിമിഷം സമർപ്പിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട നിരവധി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് വരെ പ്രാർത്ഥിക്കാൻ കഴിയാത്ത, യേശുവിനെ സ്വീകരിപ്പാൻ കഴിയാത്ത, ആമേൻ അവസരങ്ങൾ ലഭിച്ചിട്ടും അതിന് തയ്യാറാകാത്ത ഒരു വ്യക്തിയാണോ താങ്കളെങ്കിൽ ഈ അവസരം തട്ടിമാറ്റാതെ ഇപ്പോൾ കർത്താവിനോട് പറയാം, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങനോട് സംസാരിക്കണമേ, അങ്ങനെ ജീവിതത്തോട് സംസാരിക്കണമേ, അങ്ങനെ വിടുവിക്കണമേ. കർത്താവെ, അങ്ങനെ രക്ഷിക്കണമേ, അങ്ങനെ ജീവിതത്തിലേക്ക് വരണമേ. യേശുവില്ലാത്തൊരു വ്യക്തിക്ക്, യേശുവില്ലാത്തൊരു കുടുംബത്തിൽ ഉള്ള അവസ്ഥയെന്ന് പറയുന്നത് അവിടെ പൈശാചിക മണ്ഡലങ്ങളാണ്. പിശാച് നൃത്തം ചെയ്യുകയാണ്. ആ കുടുംബത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല. ആകയാൽ വാത്സല്യ ശ്രോതാവേ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസ്ഥലം ഏൽപ്പിച്ചുകൊണ്ട് നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ അരോമ TV പ്രേക്ഷകർക്ക് വേണ്ടി, ഇപ്പോഴും പിന്നത്തേതിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്തോത്രം. മഹാപരിശുദ്ധ നീതിമാനുമായ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിലായി നന്ദിയുള്ള ദൈവത്തോട് സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെ കേൾത്ത എല്ലാ കേൾവിക്കാരെ ദൈവിക കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമാവുന്ന ദൈവിക വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളിൽ വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത വിടുതലുകൾ കർത്താവെ, തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ, ചിതറിക്കിടക്കുന്ന കുടുംബങ്ങളിൽ ദൈവത്തിന്റെ വലിയ കരം ചലിക്കുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെട്ട് കുടുംബങ്ങളിൽ ശൂന്യത വിതയ്ക്കുന്ന എല്ലാ ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. വലിയൊരു ദൈവ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ കർത്താവ് ലേവ്യ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഓരോരുത്തരും താന്റെ അവകാശത്തിലേക്ക് പോകുന്ന ഒരു വർഷമാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത് മാനിക്കുവാൻ തക്കവണ്ണം സ്വന്തം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ മദ്യപാനം കാരണം കുടുംബങ്ങൾ തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ കർത്താവെ, ഈ നിമിഷങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതകരമാവുന്ന ദൈവിക വിടുതലുകൾ വെളിപ്പെടുവാൻ സ്വന്തം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ആത്മഹത്യയുടെ വക്കിൽ കിടക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ സാക്ഷ്യം അവരെ ബലപ്പെടുത്തി ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിനകത്ത് കൊണ്ടുവരുവാൻ സ്വന്തം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ ചെറുതും വലുതുമായിട്ടുള്ള സകല വിഷയങ്ങളിൽ കർത്താവെ, കോടതികളിൽ കിടക്കുന്ന കേസുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, നിരവധി കേസുകളിൽപ്പെട്ടവർ ഇതിനകത്ത് കേൾക്കുന്നവരുണ്ട്. കർത്താവ്, ഞങ്ങൾ അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവരുടെ വിഷയങ്ങളെ യേശുവിന്റെ നാമത്തിൽ പരിഹരിക്കപ്പെടുവാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതൊരു അത്ഭുത വിടുതലിന്റെ ഒരു ദിവസമാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മം മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷ അനുഭവം TV-യും അതുപോലെ തന്നെ അതിന്റെ ദൈവഹാലിന്റെ പ്രവർത്തകരെ യേശുവിന്റെ നാമത്തിൽ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ ഇനിയും അനേക സാക്ഷ്യങ്ങളെ
അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സ്വന്തം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു കർത്താവെ. അടിയുടെ ബലത്തോടു കൂടി കൃത്യവിധങ്ങൾക്കായി സ്തോത്രം, മാന മഹത്വം പങ്കെടുക്കും. യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പ്രശാന്ത് അവറുകൾ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിനുവേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനോടും കുടുംബാംഗങ്ങളുടേതായ നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും തട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യങ്ങളെ വഹിപ്പാൻ കർത്താവ് ഏറെ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ, ആശ്വാസമായി തീർന്നുവെങ്കിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സാഹചര്യങ്ങളോട് കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കട്ടെ, അവർ ആശ്വാസം അനുഭവിക്കട്ടെ, കർത്താവിനെ അറിയട്ടെ, നിങ്ങളെ ദൈവം ധാരാളമായി മാനിച്ചാദരിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളുമായി ബന്ധപ്പെടൂ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവും ജീവിതവും വചനചിന്തകളുമായി വീണ്ടും കൂടി കാണുമ്പോഴേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.